शत्रुबुद्धिविनाशाय दीपज्योतिर्नमोऽस्तुते दीपज्योतिर्नमोऽस्तुते शुभं कुरु त्वं कल्याणम् आरोग्यं धनसम्पदः സേവാ ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പുനർജനി ചൈൽഡ് കൗൺസിലിംഗിന്റെ 4ാം ദിവസത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. കഴിഞ്ഞ 3 ദിവസങ്ങളായി നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്കും സഹകരണത്തിനും നന്ദി അറിയിക്കുന്നു. 4ാം ദിവസമായി ഇന്ന് പ്രതിപാദിക്കുന്ന വിഷയം ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്നുള്ളതാണ്. ശ്രീ ഗംഗാധര ശർമ്മയാണ് വിഷയം അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ മോഡറേറ്റർ ശ്രീ നിതീഷ് കെ വി അദ്ദേഹത്തെ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ശ്രീ നിതീഷ് കെ വി 2013 സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി. തുടർന്നുള്ള വർഷങ്ങളിൽ കേന്ദ്ര സംസ്ഥാന പ്രൊജക്ടുകളുടെ സംഘാടകനായിരുന്നു. 2016 മുതൽ 2022 വരെ അധ്യാപക ജീവിതത്തിലായിരുന്നു പുള്ളിയുടെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത്. 2022 സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം കൈവരിച്ചു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൃഷിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന തലത്തിൽ ഒരു പ്രൊജക്ടിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായി പ്രവർത്തിക്കുകയാണ്. ശ്രീ നിതീഷ് കെ വിയെ സസന്തോഷം പ്രോഗ്രാമിന്റെ മോഡറേറ്ററായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു വിവേക്. എല്ലാവർക്കും നമസ്കാരം. സേവാ ഇന്ത്യ പുനർജനി ചൈൽഡ് കൗൺസിലിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ 4ാമത്തെ ദിവസമാണ് ഇന്ന്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ മുൻ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് കുട്ടികളിൽ കാണപ്പെടുന്ന ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസീസസ്. ഇന്നേ ദിവസം ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നത് ശ്രീ ഗംഗാധര ശർമ്മ സാറാണ്. അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ക്ലിനിക്കൽ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവും ജേർണലിസത്തിൽ PG ഡിപ്ലോമയും യോഗ സർട്ടിഫിക്കേഷനും നേടിയിട്ടുള്ള വ്യക്തിയാണ്. 2000 മുതൽ ശ്രീ ചിത്ര തിരുനാൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ സീനിയർ സൈക്കോളജിസ്റ്റായി പ്രവർത്തിച്ചു വരുന്നു. 2010 മുതൽ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ അക്കാഡമിക് കൗൺസിലറായും വാലുവേറ്ററായും സേവനമനുഷ്ഠിക്കുന്നു. കൂടാതെ സാമൂഹിക സേവന വികസന രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളായിട്ടുള്ള ന്യൂറോളജി സൊസൈറ്റി, ഇന്ത്യൻ റെഡ് ക്രോസ്, NSS അലുമിനി അസോസിയേഷൻ, ആരോഗ്യ ഭാരതി തുടങ്ങിയ സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നു. ഇന്ന് ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി ശർമ്മ സാറിനെ സസന്തോഷം സ്വാഗതം ചെയ്യും. നമസ്കാരം. സാറേ മ്യൂട്ടാണ്. സ്റ്റാർട്ട് ചെയ്യാം. നമസ്തേ. സ്ക്രീൻ ഷെയർ ആവുന്നതേ ഉള്ളൂ. ഒരു മിനിറ്റ്. ശർമാജി, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സ്ക്രീൻ? ഉണ്ട്. യെസ് ശർമാജി. ഓക്കെ. സ്ലൈഡ് ഷോ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ സ്ക്രീൻ ഫുൾ ആവുമെന്ന് വിചാരിക്കും. കുറച്ചും കൂടെ വിസിബിലിറ്റി ഉണ്ട്. അതെ.
ശർമ്മജി ഓക്കെ അല്ലേ? ഒരു സെക്കൻഡ്, അത് എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ. അവിടെ നിന്ന് ഷെയർ ചെയ്യാമോ? എന്തോ ഹാങ് ആയി. ശർമ്മജി ചെയ്യാം, ഇവിടെ നിന്ന് ചെയ്യാം. എല്ലാവർക്കും സ്ക്രീൻ ഷെയർ ചെയ്ത് കാണാമെന്ന് വിചാരിക്കുന്നു. കാണാൻ പറ്റുന്നത് നിശ്ചയം. ശരി, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ടാസ്ക്, എനിക്ക് തന്നിരിക്കുന്ന സേവ ഇന്ത്യ തന്നിരിക്കുന്ന ടാസ്ക് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിനെ പറ്റിയിട്ട് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ പങ്കെടുക്കുന്ന പലരും ഈ വിഷയമായിട്ട് കൂടുതൽ അടുപ്പമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർക്കൊരു റിപ്പീറ്റേഷനായിട്ട് തോന്നാം. ഇതിൽ ശരികളും ഉണ്ടാവാം, തെറ്റുകളും ഉണ്ടാവാം. നിങ്ങൾക്ക് രണ്ടും ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അതിൽ ആവശ്യമുള്ളത് എടുക്കുക, ആവശ്യമില്ലാത്തത് നിങ്ങൾക്ക് കളയാം. ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ഈ പ്രസന്റേഷൻ ഷെയർ ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ നോട്ടായിട്ട് കുറിക്കേണ്ട, ഇത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത, ഇന്ന് നവംബർ 18 ആണെങ്കിലും നാഷണൽ എപ്പിലെപ്സി ഡേ ആയിട്ട് ഇന്നലെ ഭാരതമെമ്പാടും ആചരിച്ചിരുന്നു. അപസ്മാരം എന്ന നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു അസുഖത്തെ പറ്റിയിട്ട് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക്, രോഗികൾക്ക്, ബന്ധുക്കൾക്ക് അതിനെ പറ്റിയിട്ടൊരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആചരിക്കുന്ന ഡേ ആയിരുന്നു നാഷണൽ എപ്പിലെപ്സി ഡേ. അപ്പം നമ്മളെ ഇന്നത്തെ ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സിൽ വരുന്ന ഒരു അസുഖം ആയതുകൊണ്ട് നമുക്ക് ഈ അസുഖമുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടെ ഇന്നത്തെ ക്ലാസ് ഡെഡിക്കേറ്റ് ചെയ്യാം. എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഒന്നുകൂടെ നമസ്കാരം. നമസ്കാരം. നെക്സ്റ്റ് സ്ലൈഡ്. ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തിൽ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഇതിന് പിന്നിൽ ഇതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നം ചെയ്ത സേവ ഇന്ത്യക്ക് ആദ്യമേ ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കൂടാതെ ഈ വിഷയത്തിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും മൊത്തത്തിൽ സമാജത്തിനും ഗുണം കിട്ടുന്ന രീതിയിൽ നിശബ്ദം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യഭാരതി എന്ന സംഘടന, അവരുടെ പ്രവർത്തകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സക്ഷമ എന്ന പേരിൽ ഒരു സംഘടന ഈ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ നിന്നും കുറച്ച് എനിക്ക് നോട്ടുകൾ അവർ തരികയുണ്ടായി. അപ്പോൾ നമുക്കറിയാൻ കഴിയാത്ത കുറച്ച് കാര്യങ്ങൾ സക്ഷമയുടെ പ്രവർത്തകർ നമുക്ക് തന്നപ്പോൾ സന്തോഷം തോന്നി. കാരണം അവർ ഈ ഏരിയയിൽ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. മാത്രമല്ല, ഈ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ പരിചയം നമുക്ക് തന്ന, ഞാൻ ജോലി ചെയ്യുന്ന ശ്രീ ചിത്രനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ക്ലിനിക് ഉണ്ട്. അപ്പോൾ ആ ക്ലിനിക്കിലെ ഡോക്ടർ സൗമ്യ സുന്ദരത്തിനും ആ ടീമിനും ഞാൻ എൻ്റെ നന്ദി ആദ്യമേ തന്നെ അറിയിക്കുന്നു. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് കിടക്കാം. നെക്സ്റ്റ് സ്ലൈഡ്. നമ്മുടെ ശരീരത്തിന്റെ തലമുടി മുതൽ കാല് വരെയുള്ള ഭാഗത്ത് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള അവയവം ഏതെന്ന് ചോദിച്ചാൽ, നമുക്കൊരു കാലൊരു മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ കാലാണ് നമുക്ക് ഏറ്റവും പ്രധാനം. കണ്ണിലൊരു കരട് പോയാൽ കണ്ണാണ് അപ്പോഴും ഏറ്റവും പ്രധാനം. അപ്പൊ ഏത് അവയവത്തിനാണോ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നത്
ആ അവയവമായിരിക്കും നമുക്ക് ഏറ്റവും പ്രധാനമുള്ളതായിട്ട് തോന്നുക. എന്നിരുന്നാലും നമ്മുടെ തലച്ചോറ് ചെറിയവനല്ല. അപ്പോ ആ തലച്ചോറ് വളരുന്ന ആ ഒരു എണ്ണത്തിന്റെ അനുസരിച്ച്, ദിവസത്തിന്റെ അനുസരിച്ചിട്ടുള്ള ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. 29 ദിവസം ആകുമ്പോൾ, ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന സമയത്ത് 29 ദിവസം ആകുമ്പോൾ തലച്ചോറിന്റെ സൈസ് കണ്ടോ? ക്രമേണ 33, 52 അങ്ങനെ തുടങ്ങി 70, 9 മാസം ആകുമ്പോൾ പിന്നെ പൂർണ്ണ വളർച്ച എത്തുമ്പോൾ ആ തലച്ചോറ് എന്തുമാത്രം വളർന്നിട്ടുണ്ട് എന്ന് നമ്മൾ ഈ ചിത്രത്തിൽ കൂടെ നമുക്ക് കാണുന്നു. തുടർച്ചയായിട്ട് നമുക്ക് മറ്റ് കേടുപാടുകളൊന്നും കൂടാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു മനുഷ്യ ജീവിതം സാധ്യമാകും. പക്ഷേ ഇത്രയും പ്രധാനപ്പെട്ട പ്രവർത്തനം തലച്ചോറിനകത്ത് വളർച്ചയുടെ ഘട്ടത്തിൽ ഓരോ എന്താ പറയുക മില്ലിമീറ്റർ പോലും പ്രധാനമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് എപ്പോഴും അറിയാമോ? നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ആ കേടുപാട് കൊണ്ട് വരുമ്പോഴാണ്. അത് അടുത്തതിലേക്ക് പോകും. നെക്സ്റ്റ്. ഇവിടെ കണ്ടോ, നമുക്ക് ഓരോ എന്താ പറയാ നമ്മുടെ ഭൂമിയിലുള്ള ഓരോ ജന്തുക്കളുടെയും തലച്ചോറും ആ തലച്ചോറിൽ എത്ര ന്യൂറോൺസ് ഉണ്ടെന്നും അതിന്റെ വെയിറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഇതില് മനുഷ്യന്റെ തലച്ചോറ് ഏകദേശം 1.5 കിലോയാണുള്ളത്. ഇപ്പൊ എനിക്കിപ്പോ 70 കിലോയാണുള്ളത്. 70 കിലോയിൽ 1.5 കിലോ ഈ തലച്ചോറിൻ്റെതാണ്. പക്ഷെ ആ 1.5 കിലോ നിയന്ത്രിക്കുന്നത് ശരീരം മുഴുവനുമാണ്. മാത്രമല്ല ആ തലച്ചോറ് എത്ര പേരെയാണ് നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ എത്ര പേരുടെ സഹായമാണ് ആ തലച്ചോറ് തേടുന്നത്, എത്ര പേരോട് ആ തലച്ചോറ് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതെല്ലാം നമുക്ക് അതിന്റെ പ്രവൃത്തികൾ കൊണ്ട്, തലച്ചോറിന്റെ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ്. അപ്പോൾ അടുത്തിടെ ഒരു പഠനം നടക്കുന്നുണ്ടായി. IIT ഹൈദരാബാദിലാണ്. നമ്മുടെ ശ്രീചിത്ര ദിനാൾ ആശുപത്രിയും അതിൽ പങ്കാളിയായിരുന്നു. അപ്പൊ നമ്മൾ ഇത്രയും തലച്ചോറുകൾ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളത് നമ്മുടെ മനുഷ്യന്റെ തലച്ചോറാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കുന്നു. പക്ഷെ പഠനം വന്നപ്പോൾ മനസ്സിലായി നമ്മുടെ തലച്ചോറ്, അതായത് നമ്മുടെ ഭാരതീയരുടെ തലച്ചോറ്, ഭാരതീയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വേലി കെട്ടി തിരിച്ചുള്ളതല്ല, ഈ ഒരു പ്രത്യേക ഭാഗത്ത്, ഭൂവിഭാഗത്ത്, നമ്മുടെ ഇപ്പം പാകിസ്ഥാനും ബംഗ്ലാദേശും ആ ഒരു ഏരിയ ഒക്കെ കവർ ചെയ്ത് വന്നാൽ തന്നെ ഈ ഒരു ഭാഗത്തുള്ള ഉപഭൂഖണ്ഡത്തില് നമ്മുടെ തലച്ചോറ് മറ്റുള്ള രാജ്യങ്ങളിലെ തലച്ചോറിനേക്കാളും അല്പം ചെറുതാണ് എന്ന് ഗവേഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ചെറുതായതുകൊണ്ട് കഴിവുകളൊന്നും കുറഞ്ഞിട്ടില്ല, എന്നാലും നമ്മൾ അത് അളന്നത് കൊണ്ട്, അതിനെ മനസ്സിലാക്കാൻ പറ്റിയത് കൊണ്ട് നമുക്കതിനെ ചെറുതാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നെക്സ്റ്റ്. അപ്പൊ ഇതില് 80% നമ്മുടെ തലച്ചോറ് ഇങ്ങനെ ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോഴേ വളർന്നുകൊണ്ടിരുന്നാൽ പോലും വെളിയിലിറങ്ങി വന്നിട്ടും വളരുന്ന ഒരു അവയവമാണ്. അതിൽ 80% ബ്രെയിനിന്റെ ഗ്രോത്തും നമുക്കൊരു 3 വയസ്സിന് മുമ്പ് പൂർത്തിയാവും. 3 വയസ്സിന് മുമ്പ് അത് പൂർത്തിയാവും. 90% അതിന്റെ പ്രവർത്തനം, അതായത് നമുക്ക് 5 വയസ്സോടുകൂടി അതിന്റെ 90% പ്രവർത്തനവും നമുക്ക് പൂർത്തിയാകുന്നതായിട്ട് കാണാം. ഈ ശരീരത്തിന്റെ 60% എനർജി ഉപയോഗിക്കുന്നത് ഈ തലച്ചോറിന്റെ വളർച്ചയ്ക്കാണ്. ആ സമയത്ത് കുട്ടിയുടെ 60% എനർജിയും പോകുന്നത് ഈ തലച്ചോറിന് വളർത്തണം. അത്രയും പ്രധാനപ്പെട്ട ഒരു അവയവം ആയതുകൊണ്ടാണ് ശരീരം ഇതിനെ ഇത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളർച്ചയുടെ ഒരു ഭാഗമാക്കി മാറ്റുന്നത്. ഏകദേശം 1 ബില്യൺ സിനാപ്സസ് നമുക്ക് ഈ സമയത്ത് ഈ ഒരു ഗ്രെയിൻ അളവിൽ നമുക്ക് ന്യൂറോൺസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ 1 മില്യൺ നമ്മുടെ ന്യൂറോൺസ് ഉണ്ടായ പോലും ഇത് കാലക്രമേണ നമുക്ക് ഉപയോഗിക്കുന്ന അനുസരിച്ച് കുറച്ചൊക്കെ ശരീരം തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യും. ആവശ്യമുള്ളത് അത് പ്രൂൺ ചെയ്ത് നമ്മുടെ ചെടികളൊക്കെ വെട്ടിയിട്ട് വീണ്ടും വളർത്തുന്നില്ലേ, അതേമാതിരി വളർത്തിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്. ഇത് 2 ചിത്രങ്ങളാണ്, 2 കഥയാണ്. അപ്പൊ ഞാൻ പലപ്പോഴും ഈ കഥകൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയുന്ന, കേട്ടിട്ടുള്ള കഥകളായിരിക്കാൻ ശ്രദ്ധിച്ചത് കൊണ്ടാണ് ഈ ചിത്രങ്ങൾ ഇവിടെ വരാൻ കാരണം. ആദ്യത്തേത് നമ്മുടെ വയറ്റിൽ കിടക്കുന്ന ആള് അഭിമന്യുവാണ്. അപ്പോ അന്നത്തെ മഹാഭാരത സമയത്തൊക്കെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങള്, ഇപ്പൊ പ്രത്യേകിച്ചും ഗർഭം ഉള്ള യുവതി ചിന്തിക്കുന്നതും കേൾക്കുന്നതും പറയുന്നതും എല്ലാം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അന്നിങ്ങനെ ഒരു കഥയിലൂടെ കേട്ടിരുന്നു, അഭിമന്യു എന്ന ആ വയറ്റിൽ കിടന്ന കുട്ടി, അർജുനന്റെ പുത്രൻ,
ഇങ്ങനെ ശ്രീകൃഷ്ണൻ വന്നിട്ട് ചക്രവ്യൂഹം എങ്ങനെ നമുക്ക് അകത്ത് കയറാം എന്ന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ, അർജുനെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അർജുനൻ കിടന്ന് ഉറങ്ങി. നമ്മുടെ അഭിമന്യുയുടെ അമ്മയും ഉറങ്ങി. പക്ഷെ അത് വീണ്ടും കേൾക്കുന്നത് ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞായിരുന്നു. അപ്പോൾ അത് ചക്രവ്യൂഹം ഭേദിച്ച് അകത്ത് കിടന്നിട്ട് തിരിച്ച് ഇറങ്ങാൻ വേണ്ടിയിട്ട് കാര്യം പറയാൻ നേരത്താണ് കൃഷ്ണൻ ശ്രദ്ധിച്ചത് ഈ വീണ്ടും കേൾക്കുന്നതെല്ലാം അഭിമന്യുവാണ്. അപ്പൊ പുള്ളിക്കാരൻ അർജുനനൊക്കെ ഉറങ്ങുന്നതുകൊണ്ട് അവിടെ കൃഷ്ണൻ നിർത്തിയിട്ട് പോയി. പക്ഷെ നമുക്ക് ഇതിൽ മനസ്സിലാക്കേണ്ടത് ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന ആ കുഞ്ഞ് അതിന്റെ തലച്ചോറില് നമുക്ക് പുറത്തു നടക്കുന്ന കാര്യങ്ങൾ ശ്രവിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ കുഞ്ഞും മനസ്സിലാക്കുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ കുഞ്ഞ് വളരെ ജനിച്ച് വളർന്ന് യുവാവായപ്പോൾ തന്നെ വളരെ വീരനും യുദ്ധ കാര്യങ്ങളിലൊക്കെ വളരെ നിപുണനൊക്കെ ആയി. പക്ഷെ അതിൻ്റെതായിട്ടുള്ള വളർച്ചയുടെ സാഹചര്യങ്ങൾ അനുകൂലമായതുകൊണ്ടാണ് ആ കുട്ടി അത്രത്തോളം മിടുക്കനായി മാറിയത്. നിർഭാഗ്യവശാല് ചക്രവ്യൂഹത്തിന് പുറത്തിറങ്ങാൻ കഴിയാതെ അവിടെ വെച്ച് മരണപ്പെടുകയുണ്ടായി. പക്ഷെ കൃഷ്ണൻ അത് പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം രക്ഷപ്പെടുമായിരുന്നു. അത് അവിടെ നിൽക്കട്ടെ. തൊട്ടടുത്ത ചിത്രത്തിൽ കാണുന്നത് നമ്മുടെ നാരദ മഹർഷിയാണ്. പുള്ളിക്കാരൻ നല്ല എന്താണ് ദേവന്മാരുടെ അതിലുള്ള ഒരു മൊത്തത്തിലൊരു സന്യാസിയാണ്, നല്ല പാട്ടുകാരനാണ് ഒക്കെയാണ്. കൂടെ നിൽക്കുന്നത് നമ്മുടെ പ്രഹ്ലാദന്റെ അമ്മയാണ്. അസുരനാണ്, ഈ അസുര വംശത്തിൽ പറഞ്ഞതാണ് പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ ആ അമ്മയുടെ വയറ്റിലുണ്ട്. അപ്പോ ഈ പ്രഹ്ലാദന്റെ അച്ഛൻ ഇങ്ങനെ വലിയൊരു അസുരനായതുകൊണ്ട് യുദ്ധം നടന്നപ്പോ ദേവേന്ദ്രൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഈ നാരദ മഹർഷി ഇതൊക്കെ കണ്ടിട്ട് ദേവേന്ദ്രന് വഴക്ക് കൊടുത്തിട്ട് ആ അസുര രാജാവിന്റെ ഭാര്യയെ രക്ഷപ്പെടുത്തി നാരദന്റെ കുടിലില് ഈ പറയുന്ന ആശ്രമത്തിൽ കൊണ്ട് താമസിപ്പിച്ചു. ഗർഭിണിയായിരുന്നു. അപ്പോ അവിടെ ഈ നാരദ മഹർഷിയുടെ ചിട്ടകളൊക്കെ കണ്ട് അദ്ദേഹത്തിന്റെ പൂജയും ജപവും ഒക്കെ കണ്ട് വളർന്ന ആ പ്രഹ്ലാദൻ അസുര വംശത്തിൽ പിറന്നതാണെങ്കിൽ കൂടിയും അദ്ദേഹം ജന്മനാ തന്നെ നാരായണന്റെ ഭക്തനായി തീർന്നു എന്നുള്ളതാണ്. അപ്പം ഒരാളെ ജനിച്ചു വീഴുന്നത് എവിടെയെന്ന് മാത്രമല്ല, ആ കുഞ്ഞിന്റെ മനസ്സിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുവാൻ ആ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുന്നു എന്നുള്ളത് ഈ രണ്ട് കഥകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നെക്സ്റ്റ്. നമ്മുടെ തലച്ചോറിന് ഒരുപാട് എന്താണ് ജോഗ്രഫിക്കൽ ഏരിയ ഉണ്ട്. അപ്പൊ ഇന്ത്യയിൽ നമ്മൾ കാശ്മീർ, കേരള, തമിഴ്നാട് എന്നൊക്കെ പറയുന്ന പോലെ തലച്ചോറിനെ നമ്മൾ പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പല ഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യത്തേത് ഫ്രോണ്ടൽ ലോബ്. ഫ്രോണ്ടൽ എന്ന് ഫ്രണ്ട് എന്ന് കേട്ടാൽ മതി. തലയുടെ ഫ്രണ്ട് ഭാഗമാണ് ഫ്രോണ്ടൽ എന്ന് ഉദ്ദേശിക്കുന്നത്. തൊട്ടടുത്ത് നമ്മുടെ മുകൾ ഭാഗത്ത് ഇരിക്കുന്നതാണ് പറയേറ്റൽ ലോബ് എന്ന് പറയുന്നത്, ഉച്ചി എന്നൊക്കെ പറയില്ലേ അവിടെ. പിന്നെ ഓസിപ്പിറ്റൽ എന്ന് പറയുന്നത് തലയുടെ പിൻഭാഗമാണ്. ടെമ്പറൽ എന്ന് പറയുന്നത് ചെവിയുടെ രണ്ട് ഭാഗത്തിന് മുകളിലായിട്ട് വരും, സൈഡ് വാരം, ടെമ്പറൽ ലോബ്. അപ്പൊ ഇതൊക്കെ പറയാൻ കാരണം ഈ സെറിബെല്ലം ഏറ്റവും ബാക്കിൽ ബോൾ പോലെ ഇരിക്കുന്ന സാധനമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ബ്രെയിൻ സ്റ്റെം അതിന്റെ താഴെ, അതാണ് നമ്മുടെ ഹൃദയമെടുപ്പും ശ്വാസോശ്വാസവും ഒക്കെ നിയന്ത്രിക്കുന്നത്. അപ്പൊ പറയാൻ കാരണം തലച്ചോറ് ഇങ്ങനെ മൊത്തത്തിൽ ഒരു ഉരുണ്ടിക്ക് ഇരുന്നാൽ പോലും അതിന്റെ പ്രവർത്തനം പല കാര്യങ്ങളാണ്. അതിന്റെ ഓരോ സ്ഥലവും ഓരോ കാര്യങ്ങളിൽ വ്യാപൃതരാണ്. എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഭാഗത്ത് ഒരു കേടുപാട് വന്നാൽ പോലും അതിന്റെ അടുത്തുള്ള സ്റ്റെപ്പിനി, അതായത് തലച്ചോറിന്റെ പൂർണ്ണമായിട്ട് ആരും ഉപയോഗിക്കുന്നില്ല, തലച്ചോറ് എപ്പോഴും കുറച്ച് സ്റ്റെപ്പിനി ബാക്കി വെച്ചിരിക്കും. ഒന്ന് കേടായാൽ അതിന് പൊടിച്ചു വരാൻ സാധിക്കാത്തത് കൊണ്ട്, ഇതൊരാളുടെ റിസർച്ച് അനുസരിച്ച് വീണ്ടും പൊടിച്ചു വരാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ട് അതിനടുത്തുള്ള കോശങ്ങൾ ആ വർക്ക് ഏറ്റെടുത്ത് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതിന് കിട്ടുന്ന ശ്രദ്ധ, ഫിസിയോതെറാപ്പി അതൊക്കെ കിട്ടി കഴിഞ്ഞാൽ അടുത്തുള്ള സെൽസ് ആ നഷ്ടപ്പെട്ടു പോയ കഴിവ് തിരിച്ച് ഏറ്റെടുക്കാൻ വേണ്ടി പ്രയത്നിക്കും. അപ്പോൾ സ്ട്രോക്ക് ഒക്കെ വന്ന ആൾക്കാർക്ക് കൈകാലുകൾക്ക് ബലക്ഷയം വന്നാലും മാസങ്ങളോളം നീണ്ടുന്ന ഫിസിയോതെറാപ്പി കൊണ്ട് വീണ്ടും പഴയതുപോലെയൊക്കെ നടക്കാൻ സാധിക്കുന്നത് ഈ പറയുന്ന ബ്രെയിനിന്റെ പ്ലാസ്റ്റിസിറ്റി എന്നൊരു കഴിവ് കൊണ്ടാണ്. അതായത് കേടായി പോയ കോശങ്ങൾ അടുത്തുള്ള മറ്റ് കോശങ്ങൾ, കേടാവാത്ത കോശങ്ങൾ ആ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കോശങ്ങളുടെ ജോലിയും കൂടെ ഏറ്റെടുത്ത് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ ഈ ഓരോ ലോബ് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഈ സ്ലൈഡ് കിട്ടുമ്പോഴത്തേക്ക് അത് നോക്കിയെടുക്കാം. നെക്സ്റ്റ്. തലച്ചോറിന്റെ ആ സൈസ് കണ്ടോ? നമ്മൾ ഇപ്പോഴത്തെ കുറച്ച് പുകിലുണ്ടായില്ലേ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പിള്ളേർ 5 വയസ്സാകുമ്പോൾ ചേർക്കാൻ സമ്മതിക്കുന്നില്ല. എന്താ 6 വയസ്സാകുമ്പോഴാണ് ചേർക്കുന്നത്? കുട്ടികളൊക്കെ വലുതായി ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. വീട്ടിലാണെങ്കിൽ ഭയങ്കര കുണ്ടണിയും ബഹളവും ഒക്കെയാണ്. എന്തുകൊണ്ടാന്ന് അറിഞ്ഞോ? പ്രീ സ്കൂള് കുട്ടിയുടെ തലച്ചോറ് കണ്ടോ? അതിന്റെ സൈസ് എത്രയാണെന്നുള്ളത്? പ്രീ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ടുള്ളത് 6 വയസ്സ് ഏജ് 6 ആവുന്ന സമയത്ത് തലച്ചോറ് ഒരുവിധം സൈസൊക്കെ വെച്ചിട്ട് ഈ കിട്ടുന്ന അറിവൊക്കെ എന്താ പറയുന്ന മാക്സിമം സ്കൂളിൽ പഠിക്കാൻ തക്കവണ്ണം ഒരു പക്വത വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സ്കൂളിൽ ചേർക്കേണ്ട പ്രായം 6 ആയിട്ട് നിശ്ചയിച്ചത്. അത് ഇതേപോലെ ഗവേഷണങ്ങളിലൂടെ കിട്ടുന്ന അറിവ് വെച്ചിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നെക്സ്റ്റ്.
അപ്പൊ ഇതില് കുറച്ച് നമ്മൾ ഈ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ. അവരുടെ എന്താ പറയാ, ലേണിംഗ് ഫോർ ലൈഫ് ഇൻ ദ 20th സെഞ്ചുറിയിൽ കോഗ്നിറ്റീവ്, ഇമോഷണൽ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടുള്ളൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ തലച്ചോറിന്റെ വളർച്ചയെ പറ്റിയും അത് 3 വയസ്സ് മുതൽ 5 വയസ്സിനകത്ത് ഉണ്ടാകുന്ന വളർച്ചയെ പറ്റിയും ഡെവലപ്മെന്റൽ ചലഞ്ചസ് എന്തൊക്കെയാണല്ലോ ഉണ്ടാകുന്നുള്ളതും 1 മില്യണോളം ന്യൂറൽ കണക്ഷൻസ് കിട്ടുന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോട്ട് കിട്ടുന്നുണ്ടാവും. നെക്സ്റ്റ്. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് അറിഞ്ഞിരിക്കേണ്ടത്, ജനിച്ചിട്ട് 3 വയസ്സ് വരെ നമുക്ക് ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് റേറ്റ് ഓഫ് ബ്രെയിൻ ഡെവലപ്മെന്റ് ഇൻ ദ എൻറ്റയർ ഹ്യൂമൻ സ്പാൻ. അതായത് നമ്മുടെ ജീവിതം തുടങ്ങുന്ന മുതൽ ഒടുങ്ങുന്ന വരെയുള്ള കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 3 വയസ്സ് വരെയാണ് ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്നത്. മാത്രമല്ല ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്, അതായത് ആ തലച്ചോറിനകത്തുള്ള കോഗ്നിറ്റീവ് ആയിട്ടുള്ള ബൗദ്ധികമായിട്ടുള്ള കാര്യങ്ങൾ, ലിംഗ്വിസ്റ്റിക് ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങൾ, സമൂഹമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, ഇമോഷണൽ കാര്യങ്ങൾ, വൈകാരികം, ക്രിയേറ്റീവ്, സർഗാത്മകതം, പിന്നെ ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇതെല്ലാം റാപ്പിഡ് ആയിട്ടുള്ള ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് നടക്കുന്നതും ഈ 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. എക്സ്പീരിയൻസസ് ഇൻ ദ ഫസ്റ്റ് 3 years, അതായത് ആ 3 വർഷം കിട്ടുന്ന എക്സ്പീരിയൻസസ് ആണ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ആ കുട്ടി, the way the child thinks, feels, behaves and learns now and in the future. അതായത് ഈ 3 വയസ്സ് വരെ ആ കുട്ടിക്ക് കിട്ടുന്ന ശ്രദ്ധ ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ സ്വാധീനിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഇത് പറയില്ലേ, കുട്ടിയിലെ എന്താ പറയുന്നത്, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയില്ലേ, ആ ചൊല്ലിനെ അന്വർത്ഥമാക്കുന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ന്യൂറോളജിയുടെ ഗവേഷണ ഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നെക്സ്റ്റ്. അപ്പൊ ഈ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് നമുക്കിപ്പം കുറെ ക്ലാസ്സുകൾ കഴിഞ്ഞു. അപ്പൊ ഓരോ ക്ലാസ്സിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ന്യൂറോ ഡെവലപ്മെന്റൽ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, വലിയൊരു സമുദ്രം പോലത്തെ ഒരു ടോപ്പിക്കാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ, അസുഖങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. എന്നാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മളൊന്ന് ഓടിച്ചു നോക്കുന്നത്. അത് കുട്ടിയുടെ ആ ഡെവലപ്മെന്റിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് സ്വാധീനിക്കുന്നത് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിസോർഡർ ആയിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിന്റെ സ്കിൽസിന്റെ ഇൻഡിപെൻഡൻസ്, എത്രത്തോളം ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് കുട്ടിക്ക് ആ സ്കിൽസ് ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ മോട്ടോർ സ്കിൽസ്, അതിന് കൈ കൊണ്ട് ഇപ്പോൾ ഗ്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ പേന എടുക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു കഴിവ് എത്രയുണ്ട് എന്നുള്ളത്. സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമുക്ക് അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ കരച്ചിൽ നിർത്തുന്നു, അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കരച്ചിൽ നിർത്തുന്നു, അന്യ ഒരാൾ വന്ന് എടുക്കുമ്പോൾ കുട്ടി കരയുന്നു. അപ്പോൾ അതൊക്കെ കമ്മ്യൂണിക്കേഷൻ ആണ്, സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ എത്രത്തോളം കളിക്കുന്നു, നന്നായിട്ട് കളിക്കുന്നു. പിന്നെ അതിൻ്റെ ആ സെൻസറി റെഗുലേഷൻസ്, പഠിക്കാനുള്ള കഴിവ്, ഒരു കാര്യം കേട്ടാൽ കണ്ടാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ്, ശ്രദ്ധ, ഓർമ്മ, ചിട്ട, അടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ്, പിന്നെ ആ വൈകാരികമായിട്ടുള്ള ഒരു വെൽബീയിങ്, ഇതെല്ലാം ഈ ന്യൂറോ ഡെവലപ്മെന്റൽ ഭാഗത്തുള്ളത് കൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു കഴിവ് കുറയുന്നു കണ്ടാൽ നമ്മൾ അതിനെ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്ന് വിളിക്കാം. അതിന് പല പേരിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്ന അനുസരിച്ചിട്ടാണ് പേരിടുന്നത്. അപ്പം ഇപ്പോൾ 2010 ഇട്ട പേരായിരിക്കില്ല 2016, 2016 ഇട്ട പേരായിരിക്കില്ല 2024. കാരണം ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ സമുദ്രം മൂലം കിടക്കുന്ന ഈ ഒരു ബ്രെയിനിനെ പറ്റിയിട്ട് ഇപ്പോഴും കാര്യമായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഉത്തരങ്ങളൊന്നും വൈദ്യശാസ്ത്രത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും പേര് ഈ ക്ലാസ്സിന് കയറിയിരിക്കുന്നത് പോലും എന്തുകൊണ്ട് ഈ തലച്ചോറിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കൗൺസിലിംഗ് ആണെങ്കിൽ പോലും ഈ തലച്ചോറും അതിന്റെ പ്രവർത്തന മണ്ഡലവും ഈ ബൗദ്ധികമായിട്ടുള്ള കാര്യങ്ങളും ഈ ചിന്ത, ഓർമ്മ, ശ്രദ്ധ, നമ്മുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, ഇമോഷൻസ്, ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇതിന് ഉത്തരം കണ്ടു കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഇതിൽ ഏതെങ്കിലും ഒരു ഉത്തരം കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ നമുക്ക് പഠിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ താല്പര്യമുള്ളവര് ഇനി ഇതിലേക്ക് ഇറങ്ങുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പുതുതായിട്ട് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ അതിന് ഈ ഒരു ക്ലാസ് നമുക്ക് ഗുണകരമാകട്ടെ എന്ന് ആശംസയും കൂടെ ചെയ്യാം. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള കുറച്ച് ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ എന്ന് പറയുന്നത് ADHD, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. ഈ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. ഈ സ്പെക്ട്രം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ മഴവില്ല് മാതിരിയാണ്. അതിനകത്ത് കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. 7 നിറങ്ങളുള്ളത് പോലെ ഓട്ടിസം എന്ന പേരിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ സ്പെക്ട്രം ആയിട്ട് അങ്ങ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ലാംഗ്വേജ് ഡിസോർഡർ ഉണ്ട്, ഭാഷാപരമായ പ്രശ്നങ്ങൾ. കോർഡിനേഷൻ ഡിസോർഡർ ഉണ്ട്. ഇന്റലക്ച്വൽ ലേണിംഗ് ഡിസബിലിറ്റി, പഠന വൈകല്യങ്ങൾ, അത് ഇന്നലെ ക്ലാസ്സിൽ എടുത്തിരുന്നു.
അത് പിന്നെ കൂടാതെ മോട്ടോർ വോക്കൽ ടിക്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയാ, നമ്മൾ വളരെ രസകരമായിട്ട് ചിലപ്പോൾ തോന്നിയാൽ പോലും അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന പ്രശ്നത്തെക്കാളും ഭയങ്കരമാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്. കാരണം ശ്രദ്ധിക്കാനും പറ്റുന്നില്ല, ശ്രദ്ധ കൊടുക്കാനും പറ്റുന്നില്ല, ശ്രദ്ധിച്ചാൽ അയാൾക്കുണ്ടാകുന്ന വിഷമം എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ടിക്സ് ഒക്കെ എനിക്കൊന്നും ഇനി ലേറ്റസ്റ്റ് വരുന്നുണ്ട്, അതിനെപ്പറ്റി സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ടിക്സിനെ പറ്റിയിട്ടൊക്കെ. അത് ഇനി അടുത്ത സ്ലൈഡിൽ കാണാൻ പറ്റും. നെക്സ്റ്റ്. ഇപ്പൊ ഈ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് മുമ്പ് ഇങ്ങനെ പെർവേസീവ് അങ്ങനെ വെച്ചാൽ മറ്റു ചില പേരുകളിലേക്കാണ് ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിൽ ഈ DSM എന്ന് പറയുന്ന ഒരു നമ്മുടെ എന്താ പറയാ ഒരു ബൈബിൾ ഉണ്ട് ഈ അസുഖങ്ങളെ പറ്റിയിട്ടൊക്കെ, പ്രത്യേകിച്ച് ന്യൂറോപരമായിട്ട് അസുഖങ്ങളെ പറ്റിയിട്ടുള്ള എഴുതിയിട്ടുള്ള ഒരു ബൈബിളാണ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തിനാണ്? നമുക്ക് പുതിയ അസുഖങ്ങൾ ഇതേപോലെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യും, ഇതേപോലെ ഒരു ചാപ്റ്റർ ആക്കി തന്നെ ഇറക്കുന്നുണ്ടാവും. അപ്പൊ ഇത്തവണ DSM-5 ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞത് ഇത്രയും അസുഖങ്ങളെ പറ്റി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ അത്ര ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരു ബൈബിൾ നമ്മൾ എന്തായാലും സൂക്ഷിച്ചു വെക്കണം. കാരണം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഈ വിഷയമായിട്ട് കൈകാര്യം ചെയ്യുമ്പോഴോ ഈ അസുഖത്തെ പറ്റിയിട്ട് ഇപ്പം നമ്മൾ കേരളത്തിൽ ഇങ്ങാറ്റ തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ ഈ കുട്ടിക്ക് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ DSM-5 അനുസരിച്ച് ഇന്ന അസുഖമാണെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ പേഷ്യന്റ് ചിലപ്പോൾ പിന്നെ യാത്ര ചെയ്യുന്നു, പേഷ്യന്റ് എന്ന് പറയാൻ പറ്റില്ല, ഈ വ്യക്തി യാത്ര ചെയ്യുന്നത് ചിലപ്പോ അടുത്ത മാസം വലുതാവുമ്പോൾ നമ്മുടെ US അല്ലെങ്കിൽ UK കാനഡയിലോ ഒക്കെ ആയിരിക്കും. അപ്പൊ അവിടെയൊക്കെ പോകുമ്പോൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നമ്മുടെ നാട്ടില് തുമ്മലുണ്ടായിരുന്നു എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് എന്താന്ന് പോലും അറിയില്ല. പക്ഷെ DSM-5 ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനകത്ത് അസുഖത്തിന് പേര് എഴുതി കഴിഞ്ഞാൽ ഇതേ DSM-5 തന്നെയായിരിക്കും അവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എളുപ്പമുണ്ടാവും, ഈ അസുഖം എന്താണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് പെട്ടെന്ന് എളുപ്പമുണ്ടാവും. അതിനുവേണ്ടിയാണ് ഈ DSM-5 എന്നൊരു സംവിധാനം നമ്മൾ ചിട്ടപ്പെടുത്തി ആഗോളതലത്തിൽ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. DSM മാത്രമല്ല, അടുത്ത ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇവിടെ നമ്മൾ കണ്ട് ICD-11. അപ്പൊ ഇത് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ആണ്. ഈ DSM വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ബൈബിളായിരുന്നു. അപ്പൊ ഇതും നിലവിലുണ്ട്. അപ്പൊ ഇതിലും നമുക്കിപ്പോൾ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിനെ പറ്റിയിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടിലും ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഡിസീസിലും വന്നിട്ടുണ്ട്, DSM-ത്തിലും വന്നിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ്. അപ്പൊ നമ്മൾ ചോദിക്കും എന്തൊക്കെ ഇതിന് കാരണം? ഇപ്പൊ ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ വരാനുള്ള നമ്മൾ ജന്മനാ അങ്ങനെ നമുക്കൊരു വിധി ഉള്ളത് കൊണ്ട് വന്നതാണോ എന്ന് ചോദിക്കും. പക്ഷെ നമുക്ക് എല്ലാ വിധിക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കുകയില്ല. അതിനൊക്കെ റീസൺ ഉണ്ടാവും. ഇങ്ങനെ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും. പേടിക്കേണ്ടതായിട്ട് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മളെ ശ്രദ്ധ കൊണ്ട് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, അപ്പൊ നമ്മുടെ ശ്രദ്ധ കൊണ്ട് ആ കുട്ടിക്ക് നോർമൽസിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പില് നമ്മളെ പോലുള്ള ട്രെയിനേഴ്സിന് അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം അതൊരു സഹായമാകും. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള, നമ്മുടെ വീട്ടിനകത്ത്, വീട്ടിന് പുറത്ത്, അയൽപ്പക്കത്ത്, സ്കൂളില്, കോളേജില്, ഈവൻ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പോലും പേരൻസിന് കണ്ടുപിടിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഈ ഏരിയയിൽ പ്രാധാന്യമുള്ളവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുള്ളതാണ് ഈ പഠിച്ച ആൾക്കാർക്ക്. അപ്പൊ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ ഇതേപോലുള്ള ഒബ്സർവേഷൻസ് നോക്കുക. ഇങ്ങനെ കണ്ടെത്തിയാൽ നിങ്ങൾ അവർക്ക് ഗൈഡൻസ് വേണ്ട രീതിയിൽ, ചുമ്മാ ചാടിക്കയറി അവരുടെ അടുത്ത് അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് കളയണ്ട. അവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ നമുക്ക് എന്താ പറയുക, ഈ വിഷയം നമുക്ക് ഗുണം ചെയ്യും. ഇപ്പം ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ അതിനകത്ത് ഉണ്ടാവും. പിന്നെ നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് വിഷം ആയിട്ടുള്ള വായു, വെള്ളം, ഇതെല്ലാം ഈ ഒരു ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗർഭിണിയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം ഈ പറയുന്ന ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് കാരണമാകാറുണ്ട്. മദ്യപാനം, ലഹരിയുടെ ഉപയോഗം, കൂടാതെ ഈ നമ്മുടെ ഈ തലച്ചോറിനകത്ത് തന്നെ അതിന്റെ വളർച്ചയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മൈൽ സ്റ്റോൺസിനകത്ത് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെവലപ്മെന്റ് ഡിസോർഡർ വരാൻ കാര്യം കൂടുതലാണ്. സോഷ്യൽ ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അതിൽ കൂടുതൽ കാണിച്ചിരിക്കുന്നത്. ഓവർ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്ക്രീനൊക്കെ ഇപ്പൊ കുട്ടികളെ കാണിക്കുന്നില്ലേ, അപ്പൊ അതൊക്കെ ബ്രെയിനിന് ഒരു ഓവർ സ്റ്റിമുലേഷൻ ആണത്. പിന്നെ മറ്റുള്ള അസുഖങ്ങൾ, നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള, ഇപ്പൊ ഗട്ട് എന്നൊക്കെ വാക്ക് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ദഹനം നടക്കുന്ന പ്രദേശമാണ്. പണ്ട് ആയുർവേദത്തിലൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ എന്ത് അസുഖത്തിന് പോയാലും അവരാദ്യം വയറിളക്കും. അപ്പൊ നമ്മളൊരു എന്തിനെല്ലാം വയറിളക്കുന്നത്? ഇപ്പോഴും നമ്മുടെ അലോപ്പതി വിഭാഗം പറയുന്നത് പല അസുഖങ്ങളുടെയും തുടക്കം നമ്മുടെ വയറാണെന്നുള്ളതാണ്.
ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങളുടെ ആരംഭം വൈറലായതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പഠനങ്ങൾ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഈ പാർക്കിൻസൺസുമായിട്ട് ബന്ധപ്പെട്ട എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് 1 കോടി രൂപയോളം ഒരു 3 വർഷം മുമ്പ് അനുവദിച്ചു. എന്താണെന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ ഗട്ട് ആണോ റീസൺ, ഈ അസുഖം റീസൺ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത്രത്തോളം വൈദ്യശാസ്ത്രം ഇപ്പോൾ ഗട്ട് എന്ന് പറയുന്ന ഈ പറയുന്ന ആമാശയത്തിന് ദഹന വ്യവസ്ഥയ്ക്ക് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ഈ ബ്രെയിൻ മോർഫോളജി ചേഞ്ചസ് ആണ്, അതും ഈ അസുഖത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ്. ഇതിൽ കുറച്ച് അതിന്റെ തിയറീസ് ആണ്. ന്യൂറോ ഡെവലപ്മെന്റ് എന്താണ്, ന്യൂറോ ഡൈവേഴ്സിറ്റി എന്താണ്, ന്യൂറോ ഡൈവേർജന്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ ഈ അസുഖമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പൊതുവെ ഇപ്പോഴത്തെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് ഈ പറയുന്ന ന്യൂറോ ഡെവലപ്മെന്റ്, ന്യൂറോ ഡൈവേഴ്സിറ്റി, ന്യൂറോ ഡൈവേർജന്റ്, ന്യൂറോ ടിപ്പിക്കൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്. അപ്പൊ ഇതിൽ ഇങ്ങനെ ഈ പറയുന്ന ന്യൂറോ ഡൈവേഴ്സിറ്റിക്കകത്ത് നമുക്ക് ഈ കുറെ അധികം സമുദ്രം പോലെ കിടക്കുന്ന ഈ ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പേരുകളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലൈഡ് ഇട്ടുന്നത്. ഇതിനകത്ത് OCD, ഡിസ്പ്രാക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ലെക്സിയ, ADHD, ടോററ്റ് സിൻഡ്രോം, അക്വേർഡ് ന്യൂറോ ഡൈവേഴ്സിറ്റി, മെന്റൽ ഹെൽത്ത്, ഓട്ടിസം സ്പെക്ട്രം കണ്ടീഷൻ, ഇതെല്ലാം ഈ ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ആ ഒരു വേർഡിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ന്യൂറോ ഡൈവേഴ്സിറ്റി എന്തും ചിന്തിച്ചാൽ ഇത്തരം അസുഖങ്ങളെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ്. പക്ഷെ ഇതൊന്നും പ്രത്യേകം നിൽക്കില്ല. നമുക്കിപ്പം ഒന്ന് ADHD എടുത്തു കഴിഞ്ഞാൽ കൂടെ കുറച്ച് ഡിസ്ലെക്സിയയും കുറച്ച് ടോററ്റ് സിൻഡ്രോം കയറി വരും. എന്നാൽ ടോററ്റ് സിൻഡ്രോം മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് അക്വേർഡ് ന്യൂറോ ഡൈവേഴ്സിറ്റിയും ADHDയും കയറി വരും. അപ്പൊ ഒരെണ്ണത്തിനെ ഒന്നും വേർതിരിച്ച് നടത്താൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് തന്നെ ചിലപ്പോൾ 2 or 3 പ്രയാസം ഉണ്ടാവാം. ഒരു അസുഖം ഒരാൾ വരണമെന്നില്ല. ഇപ്പൊ ഞാൻ ക്ലിനിക്കിൽ ഒരു കുട്ടിയെ കാണുമ്പോൾ ഞാൻ പറയുന്ന ആ ഡയഗ്നോസിസ് ആയിരിക്കില്ല മറ്റൊരു സ്ഥലത്ത് ചിലപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് കാണുമ്പോൾ പറയുന്നത്. കാരണം നമ്മൾ കേട്ട് മനസ്സിലാക്കി എടുക്കുന്ന പേരന്റ് ഹിസ്റ്ററി ഒക്കെ വെച്ചിട്ട് നമ്മൾ പലപ്പോഴും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ആ അസുഖത്തിന്റെ പേര് ചിലപ്പോൾ സംശയത്തിന്റെ പേരിൽ കൊടുത്തെന്ന് വരും. അപ്പൊ ഡൈവേഴ്സിറ്റി ആണ് നമ്മൾ ഈ രംഗത്ത് നമുക്ക് നേരിടുന്ന ഒരു വിഷയം. എന്നിരുന്നാലും മൊത്തത്തിൽ നമ്മൾ വിളിക്കുമ്പോൾ ഈ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നിലവിലുള്ള ടെസ്റ്റുകൾ വെച്ചിട്ട് കണ്ടെത്താൻ സാധിക്കും. നെക്സ്റ്റ്. ഇപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇത് വരുന്നതെന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനമാണ്. കാരണം ഇത് നമുക്കൊന്ന് കൈകാര്യം ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ, അല്ലെങ്കിൽ കുട്ടികളിൽ ഒരു ഭാവിയിൽ അയാൾ ഒരു നമ്മുടെ ഉത്തമ പൗരനെ സൃഷ്ടിക്കുന്നതിൽ ഒരു വിഘാതം ഉണ്ടാവുന്ന ഈ റിസ്ക് ഫാക്ടറുകൾ ഒഴിവാക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം. വന്നതിന് ശേഷം അല്ലെങ്കിൽ വന്ന് അനുഭവിക്കുന്നതിന് ശേഷം നമ്മൾ ഇടപെടുന്നതിനേക്കാൾ നല്ലതാണ് വരാതിരിക്കാൻ ശ്രമിക്കേണ്ടത്. എന്നാൽ വന്നാൽ തന്നെ എത്രയും നേരത്തെ കണ്ടെത്താൻ സാധിക്കുന്നോ, നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാൻ സാധിക്കുന്നോ, അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കുന്നോ, അത് തന്നെയാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല സഹായവും. അതിൽ പ്രിനേറ്റൽ എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് ആ ഗർഭസ്ഥ അവസ്ഥയിൽ വയറ്റിനകത്ത് കിടക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ കാരണവും ഈ അസുഖം വരാം. ഒന്ന് മെറ്റേണൽ ഇൻഫെക്ഷൻസ്, അമ്മയ്ക്കുണ്ടാവുന്ന അണുബാധകൾ, അമ്മയ്ക്കുണ്ടാവുന്ന അഡിക്ഷൻസ് എന്ന് പറഞ്ഞാൽ ചിലര് ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാവും, പലതരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ അഡിക്ഷൻസ് എല്ലാം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. പ്ലാസെന്റൽ അബ്നോർമാലിറ്റി, നമ്മുടെ ഗർഭപാത്രത്തിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ ആ സമയത്ത് ഗർഭിണി ആയിരുന്നപ്പോൾ ഉണ്ടായിട്ടുള്ള പല അസുഖങ്ങളും, ഈ പറയുന്ന ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ആ കുട്ടിയെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേറ്റൽ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അതായത് ജനിക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ. ഇപ്പം ജനിച്ചു വീഴുമ്പോൾ അവരെന്താ പറയുക, ക്ലിപ്പൊക്കെ വെച്ചിട്ട് കുട്ടിയെ എടുക്കുന്നു, അല്ലെങ്കിൽ സിസേറിയൻ ആയിട്ടുള്ള ഒരു പ്രയാസം അനുഭവിച്ചിട്ടുള്ള ഒരു പ്രസവം എടുക്കലായിരിക്കും. പിന്നെ ഈ ജനിക്കുന്ന സമയത്ത് നമ്മുടെ വയറിലുണ്ടാകുന്ന ഇതുണ്ടല്ലോ ദ്രാവകം, അത് ചിലപ്പോൾ കുട്ടിയുടെ മൂക്കിലൂടെയും വായിലൂടെയും ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അണുബാധകള്. പിന്നെ പ്രായം മാസം തികയാതെ പ്രസവിച്ചാൽ പ്രീ മെച്യൂരിറ്റി ആയിട്ടുള്ള കാര്യങ്ങളോ കാരണം ഉണ്ടാകുന്ന ഡിസോർഡർ. പിന്നെ വെയിറ്റ് കുറവുക, കുട്ടിക്ക് വെയിറ്റ് കുറഞ്ഞിട്ട് പോഷകങ്ങൾ കുറഞ്ഞിട്ട് ഒക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ഈ പറയുന്ന ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സിന് കാരണമാവാം. എന്നാൽ ജനിച്ചതിന് ശേഷം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഏതൊക്കെയായിരിക്കും? റെസ്പിറേറ്ററി ഡിസ്ട്രസ്, എൻസെഫലോപ്പതി, അതും ബ്രെയിനിൽ ഉണ്ടാകുന്ന ചില അണുബാധകളാണ്. പിന്നെ സീഷേഴ്സ്, അപസ്മാരത്തിന്റെ അസുഖങ്ങൾ, ഇതും തലച്ചോറിന്റെ വളർച്ചയെ നെഗറ്റീവായിട്ട് സാധിക്കുന്നതാണ്. മഞ്ഞപ്പിത്തം, ഇൻഫെക്ഷൻ, പലതരത്തിലുള്ള അണുബാധകളുണ്ട്. അപ്പൊ അതിൽ ഏത് അണുബാധയാണോ കുട്ടിക്ക് ആ സമയത്ത് വരുന്നത്, അത് ചിലത് തലച്ചോറിലേക്ക് പോയിട്ട് തലച്ചോറിന്റെ സ്വാഭാവികമായിട്ടുള്ള വളർച്ചയെ ബുദ്ധിമുട്ടാക്കാം. നെക്സ്റ്റ്.
അപ്പൊ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു ചിത്രമാണ്. ഈ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്ന് നമുക്ക് ഇപ്പൊ നമ്മൾ പേര് വിളിക്കുന്നെങ്കിലും അന്ന് അത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് മോളിൽ ഇരിക്കുന്നത്, നമ്മുടെ സൂര്യൻ. അപ്പൊ സൂര്യന്റെ വണ്ടി ഓട്ടിക്കുന്ന ആളാണ് ഇതില് നമ്മുടെ നായകൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് അരുണീന്നം കണ്ടോണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൈയും കാലും നമുക്ക് കാണാൻ പറ്റില്ല. കാര്യം എന്നറിയാമോ? കാലില്ല, വളർച്ച എത്താതെ പ്രസവിച്ചിട്ടുള്ള ആളാണ്. പ്രസവിച്ചതല്ല, അദ്ദേഹം മുട്ടയിലായിരുന്നു. 2 മുട്ടയാണ് ആ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ഒരു മുട്ടയിൽ വന്നത് ഗരുഡനാണ്, ഒരു മുട്ട ഇദ്ദേഹമാണ്. അപ്പൊ ഈ 2 മുട്ട ഇങ്ങനെ വിരിയാതിരുന്നപ്പോ അമ്മയുടെ ഒരു ആകാംക്ഷ കൊണ്ട്, കാരണം അമ്മയുടെ സഹോദരി പ്രസവിച്ചിട്ട് കുറെ കുഞ്ഞുങ്ങളെ കിട്ടി, സർപ്പമൊക്കെ ആ സഹോദരിയുടെ മക്കളാ, നാഗങ്ങളൊക്കെ. അപ്പൊ ഇദ്ദേഹത്തിന് ഈ അമ്മയ്ക്ക് 2 മുട്ട ഇങ്ങനെ വളർത്തി, ഇങ്ങനെ എന്താ പറയുക, അവരിങ്ങനെ വിരിയാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അത് വിരിയുന്നില്ല. മുട്ടയിൽ നിന്ന് നല്ല പുത്രന്മാരെ കിട്ടുമെന്നാണ് വരം കിട്ടിയിരുന്നത്. പക്ഷെ പുത്രന്മാർ വരുന്നില്ല. 500 വർഷം എന്തോ വെയിറ്റ് ചെയ്തിട്ടു, എന്നിട്ടും കുട്ടി ആ മുട്ട വിരിഞ്ഞ് വരുന്നില്ല. അപ്പൊ ആ രക്ഷമ കാരണം എന്ത് ചെയ്തു? അമ്മ മുട്ട ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചപ്പോഴാണ് ഈ ചങ്ങാതി ഇറങ്ങി വന്നത്. ഇദ്ദേഹത്തിന്റെ അരയ്ക്ക് താഴോട്ട് വളർച്ച വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇവിടെ കാണേണ്ടത് ഈ സൂര്യഭഗവാനും മുട്ടയൊന്നും അല്ല, അരയ്ക്ക് താഴോട്ട് വളർച്ച എത്താത്ത ഒരു സെറിബ്രൽ പാൾസി പോലെ അങ്ങനത്തെ ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണ് ഈ രഥം ഓടിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു വൈകല്യം ഉണ്ടായിട്ടും പുള്ളിക്കാരൻ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. അദ്ദേഹം വൈകല്യം വെച്ചിട്ട് പോയിരുന്നൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പറ്റുന്ന ജോലികൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പൊ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ഈ നമ്മുടെ കാലഘട്ടത്തിൽ മാത്രം ഉള്ളതല്ല, നമ്മുടെ കഥകളിലും ഈ പറയുന്ന പുരാണങ്ങളിലും ക്ലാസിക്കുകളിലും ഒക്കെ നമുക്ക് ഈ അസുഖത്തെ പറ്റിയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. നെക്സ്റ്റ്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും, നമ്മുടെ ഈ പാണ്ഡവന്മാരും കൗരവന്മാരിൽ ഈ ചെയ്ത ഒരു തെറ്റ്. അതായത് ഈ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് റിസ്ക് ഫാക്ടേഴ്സിൽ പെടുന്നതാണല്ലോ ഈ വളർച്ചയുടെ കാലഘട്ടം. കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് മാതാപിതാക്കളുടെ കടമയും കർത്തവ്യവും ഒക്കെ നമ്മൾ പറയുമ്പോൾ അവർക്ക് ആ ശ്രദ്ധ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ, കാരണം ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളിൽ ഏറ്റവും നിസ്സഹായരായിട്ടുള്ളതാണ് മനുഷ്യ കുഞ്ഞുങ്ങൾ. കാരണം ഏതിനും ഒരാളെ സഹായം ഇല്ലെങ്കിൽ അവർക്ക് പറ്റില്ല. ഇപ്പം പശുവൊക്കെയാണ് പ്രസവിച്ചെങ്കിലും ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ പശുക്കുട്ടി എണിച്ച് നടന്ന് അമ്മയുടെ പാല് കുടിച്ചിട്ട് നടന്നു പോകും. എന്ന് നമ്മുടെ മനുഷ്യ കുഞ്ഞുങ്ങളാണെങ്കിൽ ഏതും നമുക്ക് ഫീഡ് ചെയ്താൽ മാത്രമേ ആ കുട്ടിക്ക് ജീവിക്കാൻ പോലും പറ്റുള്ളൂ. ആ ഒരവസ്ഥയിൽ നമ്മുടെ പാണ്ഡവരുടെ കാര്യമാണെങ്കിൽ നല്ലപോലെ ശ്രദ്ധ കൊടുത്തിട്ട് വളർത്തി. അപ്പൊ അവര് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചാണ് പാരന്റിങ്ങിൽ കൊടുക്കാൻ സാധിച്ചത്. മറിച്ച് പാവം നമ്മുടെ ഗാന്ധാരി ആവട്ടെ, കല്യാണം കഴിച്ച് വന്നപ്പോൾ ഭർത്താവ് അന്ധനാണെന്ന് അറിഞ്ഞിട്ട് സ്വന്തം സാരി എടുത്ത് കീറി കണ്ണി കെട്ടി. അപ്പൊ അവിടെയാണ് ആ അമ്മയ്ക്ക് പറ്റിയ തെറ്റ്. കാരണം ആ അമ്മയ്ക്ക് 100 കുഞ്ഞുങ്ങളാണ് ഉണ്ടായത്. ആ 100 കുഞ്ഞുങ്ങളെ അമ്മയ്ക്ക് നോക്കി വളർത്താൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ മഹാഭാരതം തന്നെ പഠിക്കേണ്ടി വരുന്നത്. കാരണം അതിനകത്ത് ആ നെഗറ്റീവ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഈ കൗരവം എന്ന് പറയുന്ന ആ ഒരു ടീമിൽ നിന്നാണ്. അതിന് കാരണം പാരന്റിങ് ആണ് എന്ന് പറയാൻ വേണ്ടിയാണ്. ആ കുട്ടികൾക്ക് ശ്രദ്ധ കിട്ടേണ്ട സമയത്ത് അമ്മ കണ്ണ് കെട്ടിയിട്ട് നോക്കിയില്ലായിരുന്നുവെങ്കിൽ, കണ്ണ് തുറന്നാണ് നോക്കിയിരുന്നുവെങ്കിൽ, എനിക്കൊന്ന് കുറച്ചു പേരെങ്കിലും, ഇപ്പൊ ഇത്രയും പേര് ഉള്ളതുകൊണ്ടാവാം നല്ലപോലെ ശ്രദ്ധിക്കാൻ സാധിക്കാത്തത്, എന്നാൽ കുറച്ചു പേരാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുമായിരുന്നു എന്നും കൂടെ ഈ ചിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നു. നെക്സ്റ്റ്. ഈ ചങ്ങാതിയുടെ പേര് അഷ്ടവക്രൻ എന്നാണ്. ഈ ചങ്ങാതി ഈ ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ, അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ഈ വേദമൊക്കെ കേട്ടിട്ട് ഭയങ്കര അറിവുള്ള ഒരു കുഞ്ഞായിട്ട് മാറി. അപ്പൊ ഇദ്ദേഹത്തിന് അച്ഛൻ ഒരിക്കലും ഇദ്ദേഹത്തെ കാണാൻ വന്ന സമയത്ത്, എന്താ വെച്ചാൽ ഈ അമ്മയെ കാണാൻ വന്ന സമയത്ത് അവിടെ ഇരുന്ന് ഇങ്ങനെ വേദമൊക്കെ വായിക്കുകയായിരുന്നേ. അപ്പോൾ അതിൽ കുറെ തെറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ വയറ്റിൽ കിടന്നിട്ട് ഈ ചങ്ങാതി ആ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് തിരുത്താൻ ശ്രമിച്ചു. ആ സമയത്ത് ദേഷ്യം വന്നിട്ട് ആ അച്ഛൻ ഇദ്ദേഹത്തിന് ശപിച്ചു, നിനക്ക് ശരീരത്തിൽ 8 വളവുകൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. ജനിച്ച് വീണപ്പോൾ തന്നെ പുള്ളിക്കാരൻ ലോക്കോമോട്ടർ ഡിസബിലിറ്റി വെച്ചിട്ടാണ് ജനിച്ചത്. അഷ്ടവക്രൻ എന്ന ഇദ്ദേഹത്തിന്റെ പേര്. വളരെ മിടുക്കനാണ് അദ്ദേഹം. എന്താ പറയാ, വളരെ പാണ്ഡിത്യമൊക്കെ നേടിയ മനുഷ്യനാണ്. എന്നിരുന്നാൽ പോലും ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് പാരന്റിങ്ങിൽ നമുക്ക് ഒരു ഫാദറിന്റെ ഉത്തരവാദിത്വം കൂടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോഴും പാരന്റിന്റെ ഭാഗത്ത് നിന്ന് ആ അച്ഛൻ കാണിച്ചിട്ടുള്ള ഒരു അവിവേകം ആ കുഞ്ഞിനെ ബാധിച്ചു എന്നുള്ളത് മാത്രം ഈ സ്ലൈഡിലൂടെ കാണിക്കുന്നു. നെക്സ്റ്റ്. ഇതിൽ ഏതൊക്കെ ഡൊമൈൻസിലാണ് ഈ ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് കണ്ടല്ലോ. ഇമോഷണൽ ആവാം, വൈകാരികമാവാം, സ്വഭാവത്തിലാവാം, സോഷ്യൽ കാര്യങ്ങളാവാം, ഫാമിലി കാര്യങ്ങളിൽ ബാധിക്കുന്നുണ്ട്, സ്ട്രെസ്, പഠിത്തത്തിൽ, സ്കോളിസ്റ്റിക് അക്കാഡമിക് കാര്യങ്ങളിൽ, ലേണിംഗിൽ, കമ്മ്യൂണിക്കേഷനിൽ, മോട്ടോർ കാര്യങ്ങളിൽ, ഫിസിക്കൽ ഹെൽത്തിൽ, ഇതെല്ലാ കാര്യങ്ങളിലും ഈ ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുള്ളതാണ്. അപ്പൊ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിനൊരു ടീം ഓഫ് ആൾക്കാർ വേണം ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം.
മെന്റൽ ഹെൽത്തിന്റെ രംഗത്താണെങ്കിൽ നമുക്ക് സോഷ്യൽ കെയർ, വോളണ്ടറി സെക്ടറിൽ, സോഷ്യൽ എന്താണ് ഈ പറയുന്ന എന്താണ് എല്ലാ സെക്ടറിലും നമുക്ക് ഈ ആൾക്കാരെ നോർമൽസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആൾക്കാർ വേണം. അപ്പൊ അതിന് അത്രയും ഡൊമൈൻസിനും അത്രയും സ്പെഷ്യലിസ്റ്റുകളും വേണം. അപ്പൊ ഒരുപാട് ജോലി സാധ്യത ഉള്ളത് മാത്രമല്ല, ഇത്രയും ശ്രദ്ധ വേണ്ടതും കൂടെ ഒരു ഏരിയ ആണ് എന്ന് കാണിക്കാനാണ് ഇവിടെ ഉപയോഗിച്ചത്. നെക്സ്റ്റ്, നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളാണല്ലോ നമുക്ക് കൂടുതൽ അറിയേണ്ടത്. കാരണം നമ്മുടെ നാട് ഇപ്പോ എന്താ പറയുക, വികസിത രാജ്യത്തിലേക്ക് കുതിക്കാൻ പോകുന്ന സമയത്ത് ആ വികസിത രാജ്യത്തിലേക്ക് പോകുന്നതിൽ ചെറിയ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ആരോഗ്യ രംഗം കാരണമാകും. അതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒരുപാട് ഘടകങ്ങളുണ്ടെങ്കിലും നിലവിലത്തെ പഠനങ്ങൾ അനുസരിച്ചിട്ട് ഏകദേശം 12% കുട്ടികളെ നമുക്ക് ഇതിനെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ 100-ൽ 12 എന്നുള്ളത് ഒരു സാന്ദർഭികമായിട്ട് പറഞ്ഞാണെങ്കിലും അത് ആൾറെഡി ഞാൻ ഇവിടെ പറയുന്ന പല കാര്യങ്ങളും എന്താണ് ടെക്സ്റ്റുകളിൽ ഉള്ളതാണ്, അല്ലെങ്കിൽ ഗവേഷണത്തിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ ഈ റിപ്പോർട്ട് അനുസരിച്ച് 12 പേരിലെങ്കിലും മാക്സിമത്തിൽ ഈ ഒരു ഡെവലപ്മെന്റ് ഡിസോർഡർ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇതിൽ പറഞ്ഞ 2 വയസ്സ് മുതൽ 9 വയസ്സ് വരെയുള്ള ഒരു സർവേയിലാണ് നമുക്കിത് കാണാൻ സാധിച്ചത്. ഒരു 2011 ഭാഗത്തൊക്കെ ഈ നമ്മുടെ സർവേ നടന്ന സമയത്ത്, സെൻസസ് എടുക്കുന്ന സമയത്ത് ഈ ആശാ വർക്കർമാരെയൊക്കെ ഉപയോഗിച്ചിട്ട് മാക്സിമം നമുക്ക് ഈ ഒരു അസുഖത്തെ പറ്റിയിട്ട് കൂടെ നമ്മൾ അന്വേഷണം നടത്തി. അപ്പൊ ഗവൺമെന്റും കൂടെ ഇടപെട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഗവൺമെന്റും ഈ ആരോഗ്യ മേഖലയെല്ലാം ഇടപെട്ടിട്ടാണ്. വലിയൊരു സർവേ ഒക്കെ ആയിരുന്നു അത്. ഗവൺമെന്റിന്റെ ഫണ്ട് കിട്ടി വിദേശ രാജ്യങ്ങളിൽ വലിയ പ്രോജക്റ്റുകളായിട്ടൊക്കെ ആണ് ചെയ്തത്. കാരണം ഇന്ത്യ പോലെ വലിയൊരു രാജ്യത്ത് ഇത് കണ്ടുപിടിക്കാൻ ഒരുപാട് സമയം എടുക്കുമായിരുന്നു. എന്നാലും ആ സെൻസസ് സമയത്ത് ഈ വളരെ ചെറിയൊരു ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ സർവേ നടത്തിയത്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും 9 ഡിസോർഡേഴ്സിനാണ്, ഈ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറിൽ പ്രധാനപ്പെട്ട 9 എണ്ണമാണ് ഈ സർവേയിൽ അവർ ഉപയോഗിച്ചത്. ഒന്ന്, ഈ ജന്മന ഉണ്ടാകുന്ന വിഷ്വൽ ഇഷ്യൂസ്, കാഴ്ച തകരാറുകൾ, പിന്നെ അപസ്മാരം, ന്യൂറോ മോട്ടോർ ഇമ്പയർമെന്റ് എന്ന് പറയുന്നത് ചലന സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട സെറിബ്രൽ പാൾസി, അതായത് ഈ വിലക്ഷണമായിട്ട് ഒരു വശം തളർന്നു പോവുക, 2 വശം തളർന്നു പോവുക, അരയ്ക്ക് താഴത്ത് തളർന്നു പോവുക, അങ്ങനത്തെ ചില അസുഖങ്ങളുണ്ട് മസിൽ കോർഡിനേഷൻ ഒക്കെ വെച്ചിട്ടുള്ളത്. ദെൻ ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, ലേണിംഗ് ഡിസോർഡർ, ഹിയറിംഗ് ഇമ്പയർമെന്റ്, കേൾവി പ്രശ്നങ്ങളുണ്ട്, സ്പീച്ച് ലാംഗ്വേജ് ഡിസോർഡർ, ഇതെല്ലാം ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, മെന്റൽ റിട്ടാർഡേഷൻ ഇപ്പൊ വിളിക്കുന്ന പേര് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്നാണ്. ഇതെല്ലാം നമുക്ക് ഈ സർവേയിലൂടെ നമുക്ക് ഒരു വലിയൊരു സർവേ ആയിരുന്നു നടത്താൻ പറ്റി. അപ്പോഴാണ് മനസ്സിലാക്കിയത് ഏകദേശം 12% ആൾക്കാരിൽ ഇതേപോലെ ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ ഉണ്ടെന്നും ഏകദേശം 8ഓളം പേർക്ക് ഒരു ആൾക്ക് 2 പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെന്ന് സർവേയിലൂടെ മനസ്സിലാക്കാൻ പറ്റി. നെക്സ്റ്റ്, അപ്പൊ അവർ എന്താ അവർ ചോദിച്ചതെന്ന് വെച്ചാല്, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഈ ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ വന്നു എന്ന് അന്വേഷിക്കുമ്പോൾ പലതും നമുക്ക് കാണാൻ സാധിക്കുന്നത് കുട്ടികളുടെ വെയിറ്റ് കുറവായിരുന്നു. 2.5 കിലോ താഴെ ഉണ്ടായിരുന്നുള്ളൂ. ജനിച്ചപ്പം കരഞ്ഞില്ല, ശ്വസിക്കാൻ പ്രയാസം ഉണ്ടായി. ചിലപ്പം നമ്മുടെ മൂക്കിലൂടെ ഗർഭപാത്രത്തിലെ ജലമൊക്കെ അകത്ത് പോയിട്ടുണ്ടായുള്ള പ്രയാസമായിരിക്കാം, ശ്വസിക്കാനുള്ള പ്രയാസങ്ങൾ. ജനിച്ചതിന് ശേഷമുള്ള അസുഖങ്ങൾ, പനി പിടിക്കുന്നു, ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നു, ബ്രെയിൻ ഇൻഫെക്ഷൻ കൂടെ, ഈ സമയമാവാതെ പ്രസവിക്കുക, ഇതെല്ലാം ഇതിന് കാരണമായി എന്നാണ് ഈ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. എന്നാൽ റൂറൽ ആണോ അർബൻ ആണോ എന്നനുസരിച്ചെന്ന് ചിലർ പറയും നമ്മൾ സിറ്റിക്കകത്തായിരുന്നെങ്കിൽ ഇത് അസുഖമൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയും. നമ്മൾ ഗ്രാമപ്രദേശത്ത് ആയതുകൊണ്ടാണ് ഇതൊക്കെ പ്രയാസം ഉണ്ടായെന്ന് പറയും. അല്ലെങ്കിൽ ഇത് പെൺകുട്ടികളായതുകൊണ്ട് എങ്ങനെ ഉണ്ടായത്, ആൺകുട്ടികളാണെങ്കിൽ ഈ അസുഖം ഉണ്ടാവൂല എന്നൊക്കെ പറയും. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന മതത്തിലുള്ളവരായതുകൊണ്ടാണ്, ഇന്ന സ്ഥലത്ത് താമസിക്കുന്നതുകൊണ്ടാണ് ഈ അസുഖം വന്നതെന്നൊക്കെ പറയും. പക്ഷെ അതൊന്നുമല്ല. സർവേയിൽ മനസ്സിലായത് ഇതിനിങ്ങനെ ആണ് പെണ്ണ് വ്യത്യാസമോ സിറ്റിക്കകത്ത് ഗ്രാമത്തിൽ തന്നെ വ്യത്യാസമോ അല്ലെങ്കിൽ റിലീജിയൻ അനുസരിച്ചിട്ടോ ഒന്നുമല്ല. മറിച്ച് ഇത് കൂടുതലുണ്ടായിരിക്കുന്നത് പോഷകാഹാര കുറവ് കൊണ്ട് വെയിറ്റ് കുറഞ്ഞിട്ട്, കുട്ടിക്ക് ജനിക്കുമ്പോൾ വെയിറ്റ് കുറവായിരുന്നു, പലരും ആശുപത്രിയിലൊന്നും പോയിട്ടില്ല, പല വീട്ടിൽ തന്നെ പ്രസവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ റിസ്കുകളായിരുന്നു ഇവിടെ നമുക്ക് ഈ അസുഖത്തിന് കാരണമായിട്ട് ഈ സർവേയിൽ കണ്ടെത്താൻ സാധിച്ചെന്നുള്ളതാണ്. നെക്സ്റ്റ്, അപ്പൊ ഇതിന് പ്രശ്നം വെച്ച് കഴിയുമ്പോൾ ഇത്രയും കുട്ടികളെ നമ്മൾ ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിലേ ആ കുട്ടി മാത്രമല്ല രാജ്യത്തിന് നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭാവിക്ക് ഒരു എന്താ പറയുന്ന ഒരു പ്രയാസമായിട്ട് വളരുന്നത്. ആ കുട്ടിയെ നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്ത് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ആ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാവും.
മാത്രമല്ല ഒരു വീട്ടിലൊരു കുട്ടി ഇങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1 or 2 പേര് ആ കുട്ടിയുടെ കാര്യങ്ങൾ എല്ലാ ദിവസവും നോക്കാൻ വേണ്ടിയിട്ട് ടൈം കൊടുക്കേണ്ടിയും വരും. അപ്പൊ അവര് രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതാവും. അപ്പൊ ഏത് വികസിത രാജ്യങ്ങളും ചെയ്യുന്നത് ഇങ്ങനത്തെ കുട്ടികൾ നമ്മുടെ നാട്ടിൽ വന്ന് ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ ക്ഷേമം ഉറപ്പാക്കേണ്ടത് ഗവൺമെന്റിന്റെ തന്നെ ഒരു ഉത്തരവാദിത്വമാണ് എന്നുള്ളത് നമ്മൾ ഈ പറയുന്ന ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ ഏറ്റെടുത്ത് ഇതേപോലെ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകും. നെക്സ്റ്റ്. ഇത് ആ സ്റ്റഡിയുടെ ഭാഗമായിരുന്നു. അന്ന് 2018 പബ്ലിഷ് ചെയ്ത സ്റ്റഡിയാണ്. കേരളത്തില് നമ്മുടെ തിരുവനന്തപുരത്ത് SIT-യിൽ നമ്മുടെ MKC നായർ സാറൊക്കെ അതിൽ ഉൾപ്പെട്ടിരുന്നു. അപ്പൊ ചൈൽഡ് ഡെവലപ്മെന്റൽ സെന്റർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ SIT-യുടെ പുറകിലായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട്. നമ്മുടെ ഈ ഒരു രംഗത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള ഒരു പഠന വിഭാഗമാണ് CDC. ഇപ്പോഴും നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാനവിടെ പോയി കുറച്ച് കാര്യങ്ങൾ എനിക്ക് അവർ എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് തരികയുണ്ടായി. ഇതിന്റെ സ്ക്രീനിങ് ടൂളൊക്കെ എനിക്ക് തരികയുണ്ടായി ഈ ഒരു സെമിനാറിന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആർക്കെങ്കിലും സമയമുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും തിരുവനന്തപുരത്ത് വരുന്നുണ്ടെങ്കിൽ CDC-യിൽ പോയിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ കാണണം. വളരെ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വേണ്ടതാണ്. എന്നിരുന്നാലും CDC ഒരു മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അവിടെ നടന്നിട്ട് അതും കൂടെ ശ്രമിച്ചിട്ടുള്ള ഒരു പഠനമാണ്, ഈ റിപ്പോർട്ടാണ് ഇവിടെ വന്നത്, പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. നെക്സ്റ്റ്. ഇപ്പൊ ഈ ഒരു കാരണങ്ങൾ വെച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാക്ക് ഓഫ് മൂവ്മെന്റ്. അപ്പം ഇത് എന്തൊക്കെ കാരണം കൊണ്ട് പുറത്ത് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിനിന് ബ്രെയിൻ ബീയിങ്സ് ടു അണ്ടർസ്റ്റാൻഡ് റിലേഷൻ വിത്ത് ഔട്ട്സൈഡ് വേൾഡ്. ഈ കുട്ടിക്ക് ഈ തലച്ചോറിന്റെ വികസനം സ്വാഭാവികമായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് ചലനങ്ങൾ ആവശ്യമാണ്. അതായത് ഒരു സ്ഥലത്ത് മാത്രമായി പോകരുത്. കുട്ടികളെയും കൊണ്ട് നമ്മളൊന്ന് കറങ്ങാനൊക്കെ പോകണം. തീരെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ വീട്ടിനകത്ത് ഇപ്പൊ ഈ പറയുന്ന 6 മാസം കഴിഞ്ഞ് ഇൻഫെക്ഷന്റെ ആ ഒരു റിസ്ക് ഒക്കെ കുറഞ്ഞു വേണ സമയത്ത് കുട്ടികൾക്ക് മാക്സിമം നമ്മൾ എക്സ്പോഷർ കൊടുക്കണം. ബന്ധുക്കളെ വീടുകളിലൊക്കെ യാത്ര ചെയ്യണം, കല്യാണങ്ങൾക്ക് പങ്കെടുക്കണം. അപ്പൊ ഇതെല്ലാം കുട്ടികളുടെ സ്റ്റിമുലേഷൻ, ആവശ്യത്തിനുള്ള സ്റ്റിമുലേഷൻ വർദ്ധിപ്പിക്കും. അപ്പൊ വർദ്ധിപ്പിക്കുന്നത് കുട്ടികളുടെ ബ്രെയിൻ വളർച്ചയെ സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പോഷകാഹാരങ്ങൾ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ പോഷകങ്ങൾ കിട്ടണമെന്നുള്ളത് പാരന്റ്സ് അല്ലെങ്കിൽ സമൂഹം വിചാരിച്ചിട്ട് അത് അവർക്ക് കിട്ടാനുള്ള സാഹചര്യം കൂടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. പണ്ടൊക്കെ വീട്ടിൽ മുത്തശ്ശിമാർക്കൊക്കെ ഈ എന്താണ് ഏത്തക്ക പൊടി അങ്ങനത്തെ കുറെ ന്യൂട്രീഷൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പർപ്പസ്ഫുള്ളി കുറുക്ക് എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ കൊടുക്കുമായിരുന്നേ. അപ്പൊ ഇപ്പോഴത്തെ തലമുറയിൽ വരുമ്പോൾ നമുക്ക് ഇതെല്ലാം ഈ സെറലാക്ക് പോലുള്ള കാര്യങ്ങളെ ഉള്ളൂ, അതിനകത്ത് എല്ലാം ഉണ്ട് എന്നുള്ള ധാരണയിലാണ് നമ്മളെല്ലാം കൊടുക്കുന്നത്. എന്നിരുന്നാലും ഈ ന്യൂട്രിയൻസ് മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ അവിടെ ഈ റിസ്ക് കൂടുതലാണ്, ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ കൂടുതലാണ്. അപ്പൊ 3 വയസ്സ് വരെയുള്ള സമയമാണ് ക്രൂഷ്യൽ. ആ സമയത്ത് ഇതൊന്നും മിസ്സാവാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷവും മിസ്സാവാൻ പാടില്ല. എങ്കിലും ഈ 3 വയസ്സിലുള്ള മിസ്സായി കഴിഞ്ഞാൽ ലൈഫ് ടൈം അത് മിസ്സാവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് സൈഡ് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ്. അണ്ടർ സ്റ്റിമുലേറ്റിംഗ് എൻവയൺമെന്റ്. നമ്മൾ ഈ സ്റ്റിമുലേഷൻ കിട്ടാതിരുന്നാലും ഈ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് സെൻസറി, അതായത് കുട്ടികൾ ഇപ്പോൾ എന്താ പറയുന്ന മറ്റുള്ള കുട്ടികളുമായിട്ട് ഇടപഴകുക, പാരന്റ്സുമായിട്ട് കൂടുതൽ ഇടപഴകുക. ചിലപ്പോൾ 2 പേരും ജോലിക്ക് പോകുന്ന വീടുകളിലെ കുട്ടികളൊക്കെ ഉണ്ടാവേ. അപ്പൊ അവിടെയൊക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ ഒരാള് ചിലപ്പോൾ നമ്മളൊരു സഹായിയായി വെച്ചിട്ടായിരിക്കും ഈ കുട്ടിയെ മാനേജ് ചെയ്യുന്നത്. അപ്പൊ സഹായി എന്താ ചെയ്യുക? ചിലപ്പോ കളിക്കാനൊക്കെ വീട്ടിലെ ജോലിക്ക് ഇടയ്ക്ക് സമയം കിട്ടാത്തതുകൊണ്ട് എപ്പോഴും നോക്കിയാലും തൊട്ടിൽ കിടത്തി ആട്ടുക, ഉറക്കുക, അല്ലെങ്കിൽ TV ഇട്ട് കൊടുക്കുക. അപ്പൊ സ്റ്റിമുലേഷൻ കിട്ടുന്നത് ഒരു വ്യക്തിയുടേതായിട്ടുള്ള ഒരു സ്നേഹവും പരിചരണവും സ്റ്റിമുലേഷൻ കിട്ടുന്നത് കുറവാണെങ്കിലും നമുക്ക് ഈ കുട്ടി റിസ്കിലേക്ക് പോകാൻ സാധ്യത ഉണ്ട്. എന്നാൽ ഈ പറയുന്ന മൊബൈല്, TV, കാൽക്കുലേറ്റർ, എന്താണ് ലാപ്ടോപ്പ് ഒക്കെ കൊടുക്കുമ്പോൾ അത് കാരണം കുട്ടിക്ക് നഷ്ടപ്പെടുന്ന സ്റ്റിമുലേഷൻ, പക്ഷെ ഈ പറയുന്ന സ്ക്രീൻ വഴി കിട്ടുന്ന ഓവർ സ്റ്റിമുലേഷൻ അതും കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള സോഷ്യൽ എക്സ്പീരിയൻസും പ്ലേയും മൂവ്മെന്റൊക്കെ കിട്ടുന്നതിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതും നമുക്ക് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിന്റെ റിസ്ക് കൂട്ടുന്നു. നെക്സ്റ്റ്. ഇതെല്ലാം സ്റ്റഡീസിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്, എന്റേതായിട്ടുള്ള ഒന്നും ഇല്ല കേട്ടോ ഇതില്. കാശ്മീരിലൊക്കെ ഉണ്ടല്ലോ, കാശ്മീരിൽ ഇപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ 2011 സമയത്തൊക്കെ ഈ ഫുൾ സർവേ നടത്തിയപ്പോ കാശ്മീരിലും നടത്തിയിരുന്നല്ലോ അതിന് കൂടുതൽ സർവേ. അപ്പൊ അവിടെയൊക്കെ 18% എന്താ പറയുന്ന കുട്ടികൾക്ക് ഈ ഒരു റിസ്ക് ഉണ്ട് എന്നാണ് സ്റ്റഡീസിൽ അവർക്ക് മനസ്സിലാക്കിയത്. 16.64 പേർക്ക്, ഇത്രയും പേർക്ക് ഈ ഒരു റിസ്ക് അവർക്ക് ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പൊ ഈ സർവേ നടന്നതുകൊണ്ട് അതനുസരിച്ച് അവർക്ക് അടുത്ത തവണ ഹെൽത്ത് കാര്യങ്ങൾക്ക് അവർ ശ്രദ്ധ കൂടുതൽ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. 1000-ൽ 16.64 പേർക്കായിരുന്നു ഈ അസുഖം ഉണ്ടായിരുന്നത്.
അപ്പൊ ഇതില് ഏതൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റിയ ഇതില് കൂടുതൽ ഉണ്ടായിരുന്നത് ഈ അറ്റൻഷൻ ഡെഫിസിറ്റ്, ADHD, ASD, അതായത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ലാംഗ്വേജ് ഡിലേ, ന്യൂറോ മോട്ടോർ ഇമ്പയർമെന്റ്, സെർബൽ പാൾസി, എപ്പിലെപ്സി, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ഇത് ഇവിടെ കുട്ടികൾ നോക്കിയപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു കാശ്മീരിൽ നടന്നിട്ടുള്ള സർവേയിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ സർവേകൾ എന്തുകൊണ്ട് നമുക്ക് ഗുണം ചെയ്യുന്നുള്ളതാണ്. സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഡാറ്റ കിട്ടാൻ വേണ്ടി സർവേ ഉപയോഗം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾ പങ്കെടുക്കുന്നത് പലരും പഠിക്കുന്നവരാവാം, പ്രോജക്റ്റിലുള്ളവരായിരിക്കാം. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ ഭാഗം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷെ ആ കിട്ടുന്ന അറിവുകൾ എത്രത്തോളം ആ നാടിന് വേണ്ടിയിട്ട് ഗുണം ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇത് അനുസരിച്ച് ഇത്രയും റിസ്ക് ഉള്ള കുട്ടികൾ അവിടെ വളരുന്നു എന്ന് അറിഞ്ഞിട്ട് അതിനുശേഷം അവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് പ്രത്യേക ശ്രദ്ധ കൊടുത്ത് ഒരുപാട് മെച്ചപ്പെട്ടു എന്നുള്ളതാണ് ഈ 2018 ശേഷം ഈ മേഖലയിൽ. നെക്സ്റ്റ്. നെക്സ്റ്റ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. അടുത്തിടയ്ക്ക് ഈ സക്ഷമയുടെ തന്നെ ഒരു നോട്ട് വന്നതാണ്. പുറകോട്ട് പോണേ. ഇത് സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ടല്ല, അതിൽ പറഞ്ഞൊരു കാര്യമാണ്. എന്തുകൊണ്ടെന്നറിയില്ല, നിലവില് ഈ പറയുന്ന ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് കൂടി വരുന്നു. അതിന് കാരണം ചോദിച്ചു, എന്താ ഇത്രയും കൂടാൻ കാരണം? പുതുതായിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? അവർ പറഞ്ഞ അങ്ങനെയല്ല. ഒന്നെങ്കിൽ നമ്മളിത് നല്ലപോലെ ശ്രദ്ധിച്ച് കുട്ടികളിൽ നിന്ന് ഈ ബുദ്ധിമുട്ട് കണ്ടെത്താൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് എണ്ണം കൂടുന്നതാവാം. അല്ലെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ അസുഖം സമൂഹത്തിൽ കൂടി വരുന്നു. രണ്ടാണെങ്കിലും ഇത് മാനേജ് ചെയ്യേണ്ട ടീം നമ്മളെ പോലുള്ളവരാണ്. ചിലപ്പം അസുഖങ്ങൾ ആൾക്കാർ കൂടുന്നുണ്ടാവാം, ചിലപ്പോൾ അറിവ് വർദ്ധിച്ചിട്ട് അസുഖങ്ങൾ ഉള്ളവരെ കണ്ടുപിടിക്കുന്നതും ആവാം. ഇത് രണ്ടും നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുക. ഇത് ശ്രീത്രയിൽ നടന്നിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. ഈ ന്യൂറോ ഡെവലപ്മെന്റൽ ഔട്ട്കംസ്, അതായത് ഈ ഹാർട്ടിന് അസുഖമുള്ള കുറച്ച് കുട്ടികളിൽ ഉണ്ടായിട്ടുള്ള ഒരു പഠനത്തിൽ നിന്ന് കിട്ടിയ സാധനമാണ്. അപ്പൊ ചിത്രയിൽ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഇതേപോലെ നമുക്കൊരു ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ നോക്കുന്ന ഒരു ടീം തന്നെ ഉണ്ട്. അപ്പൊ അവിടെ നടത്തിയ പഠനത്തെ പറ്റിയിട്ട് ഇപ്പൊ പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിളാണ്. കാർഡിയോതൊറാസിക് സർജറിയിലാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സർജറി കഴിഞ്ഞ കുട്ടികളിൽ അവരിങ്ങനെ ത്രൂ ഔട്ട് കുറച്ച് മാസങ്ങൾ ഇങ്ങനെ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് കിട്ടിയ ഡാറ്റയിൽ നിന്നാണ് ഇത് വന്നത്. നെക്സ്റ്റ്. അപ്പൊ ഇവിടെ ഒരു ടീം ഓഫ് ആരൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഇവിടെ ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ആണ് ഈ കുട്ടികളുടെ ഡെവലപ്മെന്റൽ ഡിലേ ആദ്യം പരിശോധിച്ചിട്ട് ഉറപ്പാക്കിയത്, ഇങ്ങനെ ഒരു അസുഖം അവർക്ക് ഉണ്ടോ എന്ന് ഉറപ്പാക്കിയത്. അപ്പൊ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഡെവലപ്മെന്റൽ ഡിലേ നോക്കി, ന്യൂറോ മോട്ടോർ ഇമ്പയർമെന്റ് നോക്കി, സീച്ചർ നോക്കി, ന്യൂറോളജിക്കൽ ഡെഫിഷ്യൻസി അതൊക്കെ നോക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ത് ചെയ്തു? അവർക്ക് ടെസ്റ്റുകൾ ചെയ്തു, സ്ക്രീനിങ് ടൂൾസ് ഉപയോഗിച്ച്. എന്തൊക്കെ സ്ക്രീനിങ് ടൂൾസ് ഉപയോഗിച്ചവര്? ട്രിവാൻഡ്രം ഡെവലപ്മെന്റ് സ്ക്രീനിങ് ചാർട്ട്, അത് ഇവിടെ ഉണ്ടാക്കിയതാ, CDCയിൽ, ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലാണ് ഉണ്ടാക്കിയത്. അത് എന്ത് ചെയ്ത്? ഡെവലപ്മെന്റിൽ ഡിലേ അറിയാൻ പറ്റുന്ന ഒരു സ്ക്രീനിങ് ചാർട്ടാണ്. അത് വെച്ച് നമുക്ക് ഈ കുട്ടികളുടെ വളർച്ച നമുക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. അതായത് പ്രശ്നമുള്ള ആളാണോ അല്ലയോ നമുക്ക് അറിയാൻ സാധിക്കും. കൂടാതെ ഏത് ഇമ്പയർമെന്റ് എത്രത്തോളം ഉണ്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇൻഗ്ലൻ എന്ന് പറയുന്ന ഡയഗ്നോസ്റ്റിക് ടൂൾ ഉപയോഗിച്ചിട്ട് ADHD കുട്ടിക്ക് ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉണ്ടോ എന്ന് സാധിക്കുന്നുണ്ട്. ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ ഉണ്ടോ എന്ന് അറിയിക്കുന്ന ടൂൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ബിഹേവിയർ സ്കെയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സോഷ്യോ എക്കണോമിക് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി കുപ്പുസോമി എന്ന് പറഞ്ഞിട്ട് ഒരു എന്താണ് നമ്മള് കുപ്പുസോമി സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കെയിൽ ഉണ്ട്. നമ്മുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് ഇൻഡെക്സ് ആണ്, അത് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റഡി നടത്തിയെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ഒരു സ്റ്റഡി നടത്തുന്ന സമയത്ത് അത് എങ്ങനെ നടത്തണം എന്നുള്ളതാണ്. അതായത് എത്രത്തോളം ആൾക്കാരിൽ ഇടപെടണം, അത് ഏത് രീതിയിലാണ് നമ്മളത് പബ്ലിഷ് ചെയ്യേണ്ടത്, മിനിമം വേണ്ട ഡേറ്റ എന്തൊക്കെയാണ്, എത്രത്തോളം ശാസ്ത്രീയമായിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് അത് തെളിയിക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റഡി അത് വാലിഡ് ആണെന്ന് പറയാൻ പറ്റൂ, പബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതേപോലുള്ള പ്രധാനപ്പെട്ട പബ്ലിക്കേഷൻസിൽ അത് എന്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ റേറ്റിംഗ് കിട്ടണമെങ്കിൽ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് അത്രയും റേറ്റിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും ടോപ്പിൽ നിൽക്കുന്ന പബ്ലിക്കേഷൻസിൽ അത് വരണം. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ അതിന് എത്രത്തോളം നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്, എറർ എത്രത്തോളം കുറവാണ്, ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ, ഇതെല്ലാം നമുക്ക് ഡാറ്റയിൽ കാണിച്ചാൽ മാത്രമേ ഇതൊക്കെ പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് മാത്രമാണ് ഈ സ്ക്രീൻ നമുക്ക് തെളിയിക്കുന്നത്. നെക്സ്റ്റ്.
ഇത് ട്രിവാൻഡ്രം ഡെവലപ്മെന്റൽ സ്ക്രീനിങ് ചാർട്ടാണ്. ഇത് നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ടല്ലോ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് ജനിച്ചിട്ട് ഒരു മാസങ്ങൾ, ഓരോ മാസങ്ങൾ കഴിയുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവേണ്ട മിനിമം ഉണ്ടായിരിക്കേണ്ടത് കുറച്ച് എന്തൊക്കെ കഴിവുകളാണ് എന്നുള്ളൊരു സ്ക്രീനിങ് ചാർട്ടാണ്. ഇത് വെച്ച് നമുക്ക് ചോദിച്ച് ടിക്കിയാ ചെയ്യുന്നത്. 3 മാസം ആയപ്പോഴത്തേക്ക് കുട്ടി ഇത്ര ആഴ്ച കഴിഞ്ഞ കുട്ടി ചിരിച്ചിട്ടുണ്ടോ, അച്ഛനമ്മമാര് തിരിച്ചറിയുന്നുണ്ടോ, ഇങ്ങനത്തെ ഓരോ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെറുതായിട്ടാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് പോലും ഇപ്പൊ വായിക്കാൻ പറ്റുന്നില്ല അത്. അപ്പൊ നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ അത് സൂം ചെയ്ത് വലുതാക്കി നോക്കണം. അപ്പൊ ഇത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. നിങ്ങൾക്ക് പിന്നീട് ആയെങ്കിലും അത് ഭാവിയിൽ നിങ്ങളുടെ സ്റ്റഡീസിനൊക്കെ ഇത് പ്രയോജനപ്പെടും. അതുകൊണ്ട് വെച്ചതാണ് ട്രിവാൻഡ്രം ഡെവലപ്മെന്റൽ സ്ക്രീനിങ് ചാർട്ടാണ്. നെക്സ്റ്റ് 3 വയസ്സ് വരെ ആട്ടോ അത് ഉപയോഗിക്കുന്നത്. 3 വയസ്സ് വരെ. അതിന്റെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ലാംഗ്വേജ് ഇവാലുവേഷൻ സ്കെയിൽ. അതും CDCയുടെ തന്നെ സംഭാവനയാണ്. ഇതിലും നമുക്ക് കുട്ടിയുടെ ഈ പറയുന്ന ഭാഷാ വൈകല്യങ്ങളെല്ലാം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. നോർമൽ ആണോ എന്ന് അറിയാൻ ഇത് ഉപയോഗിക്കാം കേട്ടോ. നോർമൽസിലും ഇത് ഉപയോഗിക്കാറുണ്ട്. അവർ നോർമലായിട്ട് പോകുന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു റെഫറൻസ് ചാർട്ട് പോലെ നമുക്ക് ഈ സ്റ്റഡിയെ, ഈ സ്കെയിലിനെ നമുക്ക് ഉപയോഗിക്കാം. ഇത് 3 വയസ്സ് വരെ ഉപയോഗിക്കുന്നതാണ്. നെക്സ്റ്റ്, ഈ CDC തന്നെ ഇറക്കിയിട്ടുള്ള കുറച്ച് ഈ ബുക്കുകളാണ്. നമുക്കറിയാലോ, നമുക്ക് എല്ലാവരെയും ഈ പറയുന്ന ഇപ്പം ഇവരുടെ കോഴ്സ് ഉണ്ട്. CDCയുടെ PG ഡിപ്ലോമ ഇൻ ചൈൽഡ് അഡൾട്ട് ഫാമിലി കൗൺസിലിംഗ് കോഴ്സുകളൊക്കെ ഉണ്ട്. ഒരുപാട് കോഴ്സുകൾ നടത്തുന്നുണ്ട്. കൂട്ടത്തിൽ നമുക്ക് ഇതിനൊന്നും അവസരം കിട്ടാത്ത, പഠിക്കാൻ അത്രത്തോളം അവസരം കിട്ടാത്ത വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്ക് അവരുടെ ഭാഷയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ പാംലെറ്റ് ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിനെ തിരിച്ചറിയാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന സാധാരണക്കാർക്ക് കൊടുക്കുന്ന ബുക്ക്ലെറ്റ്സ് ആണിത്. അപ്പൊ പലപ്പോഴും നമുക്ക് ചിലപ്പോൾ ഇത് ഭാവിയിൽ കൈകാര്യം ചെയ്യേണ്ടി വരും. അതറിയാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കാഴ്ച വൈകല്യത്തെ പറ്റിയിട്ടുള്ളത്. ഒന്നിൽ കൂടുതൽ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്, ഓട്ടിസത്തെ പറ്റിയിട്ട്, അപസ്മാരത്തെ പറ്റി കൊച്ചു കൊച്ചു ബുക്ക്ലെറ്റ്സാ, ഒരുപാട് ഗുണം ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് ബുക്കുകളുടെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ CDCയിൽ പോയാൽ അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ അവർ നമുക്ക് തരുന്നുണ്ടാവും. നെക്സ്റ്റ്, അപ്പൊ നമ്മുടെ സ്കെയിലിനെ പറ്റിയിട്ട് അവിടെ കാണിച്ചിരിക്കുന്നത്, ഈ സ്കെയിൽ നിങ്ങൾക്ക് ഞാൻ തന്നുവിടാം. ഈ സർവേ നടത്തിയതാ എത്രത്തോളം നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള സർവേ ആയിരുന്നു ഇത്. ഇത് ഏകദേശം 10ഓളം ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ സ്ക്രീൻ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. 4 പേജാണ്. നെക്സ്റ്റ്, 2 പേജ്, ഇത് അടുത്ത 2 പേജ്, 4 പേജ് ഉണ്ട്. വളരെ ഈസിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അതായത് 1 മുതൽ 6 വരെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് കാഴ്ച വൈകല്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാഴ്ച വൈകല്യം. അപ്പൊ ഉദാഹരണം ചെറുതൊന്ന് വായിച്ചു കേൾപ്പിച്ചു തരാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അതിഥികളോട് കുട്ടി നമസ്തേ, സലാം, ബൈ ബൈ, ടാറ്റ തുടങ്ങിയ ഉപചാര വാക്കുകൾ, ആംഗ്യങ്ങൾ കാണിക്കാറുണ്ടോ? എന്ത് ഈസിയാണ്. നമ്മളൊക്കെ അടുത്തൊരു കുട്ടിയെ കാണുമ്പോൾ നമ്മൾ ഹായ് എന്നൊക്കെ പറയില്ലേ, അതേമാതിരി നമ്മൾ അങ്ങനെ കുട്ടിയെ കാണിക്കുമ്പോൾ കുട്ടി തിരിച്ച് നമുക്ക് അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഇങ്ങനത്തെ നിസ്സാരമായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് എത്രത്തോളം ശ്രദ്ധ കൊടുത്തിട്ടാണ് ഇത് ഈ സ്കെയിലുകൾ നിർമ്മിച്ചു എന്നുള്ളത്. അപ്പൊ 1 മുതൽ 6 വരെ ചോദ്യങ്ങള് നമ്മുടെ കാഴ്ച വൈകല്യങ്ങള്, 7 മുതൽ 11 വരെ ചോദ്യങ്ങള് കേൾവി വൈകല്യങ്ങള്, 12 മുതൽ 16 ചോദ്യങ്ങള് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിനെ പറ്റിയിട്ട്, 17 മുതൽ 20 വരെ ചോദ്യങ്ങള് സ്പെഷ്യൽ ലേണിംഗ് ഡിസബിലിറ്റി, ഡിസ്ലെക്സിയ എന്നൊക്കെ പറയുന്ന അതിനെ പറ്റിയിട്ടുള്ളത്, 21 മുതൽ 25 വരെ ന്യൂറോ മോട്ടോർ ഡിസോർഡേഴ്സ്, നമ്മുടെ സെറിബ്രൽ പാൾസി ഒക്കെ നോക്കുന്നത്, 26, 29 വരെ നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള വളർച്ചയെ പറ്റി നോക്കുന്നത്, 30, 32 വരെ അപസ്മാരത്തെ പറ്റി ചോദിക്കുന്നത്, 33 മുതൽ 35 വരെ അറ്റൻഷൻ ഇത് നമ്മുടെ ഹൈപ്പർ ആക്ടിവിറ്റി പറ്റി നോക്കുന്നത്, 14 മുതൽ 36 വരെ ലേണിംഗ് ഡിസബിലിറ്റി പറ്റിയുള്ളതാണ്. അപ്പൊ ഈ ഒരു 4 പേജ് കൊണ്ട് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തയ്ച്ചു തരുന്നുണ്ടാവും, കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്കറിയുന്ന കുട്ടികൾക്ക് രോഗം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയല്ല, ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ, നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടി നോർമൽ രീതിയിൽ തന്നെ ആണോ പോകുന്നത്, അതോ നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ഈ സ്കെയിൽ നിങ്ങളെ കിട്ടിയാൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. നെക്സ്റ്റ്, ഇത് നമ്മുടെ സ്വന്തം ഷാറൂഖ് ഖാൻ. അപ്പോൾ നമ്മുടെ നാട്ടില് ഈ ഇത്തരം അറിവുകൾ സാധാരണ ജനതയിൽ ഒരു ഭീതി പരത്തുന്ന ഒരു അസുഖമായിട്ട് ഈ ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സ് നമ്മൾ മാറ്റരുത്. നമ്മൾ ഭീതി ഉണ്ടാക്കേണ്ട അസുഖങ്ങളെ അല്ല ഇത്. നമ്മുടെ എപ്പോഴെപ്പോഴും ആരോഗ്യമന്ത്രി പറയുമല്ലോ, പേടി വേണ്ട, ജാഗ്രത മതി എന്ന് പറയും പോലെ ഈ അസുഖങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ട്. പക്ഷെ ഈ അസുഖങ്ങൾ ഉള്ളവരെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ട ശ്രദ്ധ കൊടുത്ത് അതിൽ നിന്ന് ശരിയാക്കി എടുക്കേണ്ട ഒരു ബാധ്യതയാണ് നമുക്കുള്ളത്.
അപ്പൊ അതുകൊണ്ട് ഇത്തരം സിനിമകൾ കണ്ടാലും മതി നമുക്ക് ഈ അറിവുകൾ കിട്ടാൻ. ഇതിലേതൊക്കെ നോക്കിയേ, ഷാറുഖ് ഖാന്റെ സിനിമയിൽ ഇദ്ദേഹം ആസ്പെർഗസ്, നമ്മുടെ ഓട്ടിസത്തിന്റെ വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു അസുഖത്തിന്റെ ഒരു ക്യാരക്ടറാണ് ഈ ചങ്ങാതി ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ OTT പ്ലാറ്റ്ഫോം ഒക്കെ ഉള്ളതുകൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപോകാം. നെക്സ്റ്റ്, ഇദ്ദേഹം ഈ സിനിമയിൽ ബർഫി, ഇതിനകത്ത് ഈ ഓട്ടിസം കുട്ടി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓട്ടിസം ഉള്ള അസുഖമുള്ള കുട്ടി ഏത് രീതിയിലായിരിക്കും പെരുമാറുന്നത്, ജീവിക്കുന്നത് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കണേക്കാൾ നല്ലത് സത്യം പറഞ്ഞ സിനിമ കാണുന്നതാണ് ഈ കാര്യമൊക്കെ കേട്ടോ. ഈ സിനിമ കണ്ടിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ അതിൽ ഫോളോ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ഇതെല്ലാം കണ്ടിട്ടുള്ളതാ, ഇന്നലത്തെ ക്ലാസ്സിലും പറയുന്നുണ്ടായിരുന്നു, താരെ സമീൻ പർ ഇല്ലേ. അപ്പൊ ഇതില് എന്താ, ഡിസ്ലെക്സിയ എന്ന് പറയുന്ന അസുഖത്തെ പറ്റിയിട്ടാണ്. സ്പെഷ്യൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടി എങ്ങനെയായിരിക്കും വളർന്നു വരുന്നത്, ആ കുട്ടിക്ക് ഏത് രീതിയിലായിരിക്കും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്, സാഹചര്യങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് എങ്ങനെ ആ കുട്ടിക്ക് പ്രശ്നങ്ങളിൽ നിന്ന് കരകയറി വരാം എന്നൊക്കെ നമുക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ക്ലാസ്സിൽ കയറുന്നേക്കാളും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. നെക്സ്റ്റ്, ASD നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, സ്പെക്ട്രത്തിൽ എന്തൊക്കെ ഉണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതിൽ ഈ പറയുന്ന ആങ്സൈറ്റി മുതൽ ടോറസ് സിൻഡ്രോം, OCD, ഡെവലപ്മെന്റൽ ഡിലേ, ഗിഫ്റ്റഡ്, ബുദ്ധി കൂടിയാലും പ്രശ്നമാണെന്ന് പറയാറില്ലേ, അതും ഇവിടെ ഉണ്ട്. ഗിഫ്റ്റഡ്, സെൻസറി ഇന്റഗ്രേഷൻ ഡിസോർഡർ, ഓഡിറ്ററി പ്രോസസിങ്, ഡിപ്രഷൻ, ADD, ഇത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മാത്രമല്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ സ്ക്രീനിങ് റൂൾ ഉണ്ടല്ലോ, നമ്മുടെ ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ കണ്ടുപിടിക്കാൻ സ്ക്രീനിങ് റൂൾ, അത് ആശാ വർക്കേഴ്സാണ് ചെയ്തത്. ആശാ വർക്കേഴ്സിനെ ഉപയോഗിച്ചിട്ടാണ് ആ CDC-കാര് സർവേ നമ്മുടെ നാട് മുഴുവൻ നടത്തിയത്. എന്തായാലും ക്വാളിഫിക്കേഷനെ നോക്കണ്ട, അത് ചോദ്യങ്ങൾ വളരെ സാധാരണമാണ്, നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന കാര്യങ്ങളെ അതിനകത്തുള്ളൂ, പുതിയതായിട്ടൊന്നുമില്ല. ഇത് ചോദിച്ച് മനസ്സിലാക്കേണ്ട രീതി മാത്രം പഠിച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് ആർക്ക് വേണോ ഇത് ഉപയോഗിക്കാം. നെക്സ്റ്റ്, ഓട്ടിസത്തിന്റെ ലെവലാണ്. ഇപ്പൊ നമ്മൾ ഓട്ടിസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഓട്ടിസത്തിന് കുറെ എന്താ പറയുന്ന ഫാനിൽ കാറ്റിടുന്ന പോലെ അതിന് കുറെ സ്പീഡൊക്കെ ഉണ്ട്. ഓട്ടിസം ലെവൽ 1, ഓട്ടിസം ലെവൽ 2, 3. ASD എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ സ്പെക്ട്രം ആണ്. സപ്പോർട്ട് മാത്രം മതി എന്നുള്ള ഒരു ഗ്രൂപ്പാണ് ലെവൽ 1-ലുള്ളവര്. അവർക്കൊന്ന് ചെറിയൊരു സപ്പോർട്ട് കൊടുത്താൽ, സോഷ്യൽ ഇന്ററാക്ഷൻസ് കളിക്കാനൊക്കെ കൊണ്ടുപോയി ഒന്ന് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പതുക്കെ നോർമൽസിനെ പോലെ വളർന്നു വരാൻ സാഹചര്യം കൂടും. 2-ല് കുറച്ചും കൂടെ ഒരു സപ്പോർട്ട് കൊടുക്കണം. അവരുടെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടുള്ള ഏരിയയിൽ കൊണ്ടുപോയിട്ട് വേണം ഇതെല്ലാം ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. 3-ലാണെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ആവശ്യമാണ്. അവരുടെ വെർബലും നോൺ വെർബലും സോഷ്യൽ കമ്മ്യൂണിറ്റി സ്കില്ലും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാര്യമായിട്ടുള്ളൊരു സഹായം സമൂഹം, NGOs, ടീച്ചേഴ്സ്, ഈ പറയുന്ന ഓട്ടിസം ക്ലിനിക്ക് ഒക്കെ സഹായം കൊടുത്താലേ ASD ലെവൽ 3-കാരെ നമുക്ക് ശരിയാക്കി വെച്ചാൽ നോർമൽസിലേക്ക് അല്ലെങ്കിൽ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കാൻ പറ്റും. എല്ലാവരെയും ഒരേപോലെ കൊണ്ടുവരാൻ പറ്റുന്നൊന്നുമില്ല, എന്നാലും അവരുടെ ലെവലിൽ നിന്നുകൊണ്ട് അതിൽ മെച്ചപ്പെടുത്താൻ നമുക്ക് ഈ ട്രെയിനിങ് ലെവൽ സഹായിക്കും. നെക്സ്റ്റ്, ഓട്ടിസത്തിന്റെ ഏർലി സയൻസ് ഏതൊക്കെയാണെന്നാണ് അത് നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി സ്ലൈഡ് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ്, ടൂൾസ് അവൈലബിൾ ആണ്. ഇതിപ്പോ നാഷണൽ ട്രസ്റ്റ് ആണ്, ഇത് ഗവൺമെന്റിന് തന്നെ ട്രസ്റ്റ് ആണ്. നമുക്ക് തന്നെ ഈ സ്കെയിൽ നമുക്ക് മേടിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എന്താ പറയുക ട്രെയിനിങ് മേടിക്കണം. ട്രെയിനിങ് വേണം, ട്രെയിനിങ് കിട്ടും. ഈ CTC-യിലൊക്കെ കൊച്ചു കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഈ ASD, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിന്റെ ലക്ഷണങ്ങളൊക്കെ പഠിച്ചിട്ട് ഇതിൽ ഏത് സ്പെക്ട്രത്തിൽ വരുന്നതാണ് എന്നൊക്കെ നമുക്ക് സ്ക്രീൻ ചെയ്ത് നോക്കാൻ സാധിക്കും. അപ്പോൾ ടൂൾസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്, അത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. കിട്ടേണ്ട സ്ഥലത്ത് നിന്ന് ഒരു മാർഗനിർദ്ദേശം മേടിച്ചിട്ട് വേണം നമ്മളത് ഉപയോഗിക്കേണ്ടത് എന്നും കൂടെ പറയുന്നുള്ളതാണ്. നെക്സ്റ്റ്, എന്തിനു വേണ്ടി ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? എന്തിനു വേണ്ടിയാണ് ഓട്ടിസം ടെസ്റ്റ് ചെയ്യുന്നത്? അവനൊരു കുഴപ്പമില്ലല്ലോ, അടുത്തൊരു കുന്തണിയാണ്, ബഹളമാണ് എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ എന്നായിരിക്കും എല്ലാ പാരൻസും പറയുക. പക്ഷേ ടെസ്റ്റ് ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് സാധിക്കുന്നത് അവർക്ക് ഏർലി ഇന്റർവെൻഷൻ, അവന് എവിടെയാണോ പുറകിലോട്ട് പോയിട്ടുള്ളത് അതിനെ നമുക്ക് സപ്പോർട്ട് കൊടുത്ത് കുറച്ചും കൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ടൈലേർഡ് സപ്പോർട്ട്, അതായത് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുക. പിന്നെ റിസോഴ്സുകൾ നമുക്ക് ഇപ്പൊ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ ഒക്കെ ആവശ്യമുണ്ട്. അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തി കൊടുക്കാൻ ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത് വഴി നമുക്ക് സാധിക്കും. കമ്മ്യൂണിറ്റി അവയർനെസ്, ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്നില്ലേ, ഇത് കമ്മ്യൂണിറ്റി അവയർനെസ് ആണ്. ഏത് ക്ലാസ്
നിങ്ങളിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരു എന്താ പറയുക, ഒരു അറിവും നമ്മൾ എന്താണ് വെറുതെ കൊടുക്കരുത് എന്നുള്ളതാണ്. ഒരു മൂല്യം ഉണ്ടാവണമല്ലോ, മൂല്യത്തിന് വേണ്ടിയാ അങ്ങനെ ഒരു ഫീസൊക്കെ വെച്ചിട്ട്, നമ്മൾ ക്ലാസ് എടുക്കുന്നവർക്കുള്ള ഫീസ് അല്ല കേട്ടോ, ഈ ഒരു സിസ്റ്റം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഫീസ് നമ്മൾ ചാർജ് ചെയ്തത്. എന്തിനു വേണ്ടിയാണ്? ഈ അവയർനെസ് നമ്മൾ മേടിക്കുമ്പോൾ, ഈ അറിവ് മേടിക്കുമ്പോൾ നമുക്ക് അതിനു വേണ്ടി നമ്മുടെ തനം, മനം, ധനം, അത് കുറച്ച് കാര്യം കൊടുക്കണം. മനസ്സ്, ശരീരം, നമ്മുടെ സമ്പത്ത്, അതിനുവേണ്ടി മാത്രമാണ് ഈ ഫീസൊക്കെ വെച്ചിട്ടുള്ള ഈ ട്രെയിനിങ് പ്രോഗ്രാം. അപ്പൊ ഈ ടെസ്റ്റുകൾ വെച്ചിട്ട്, ഓട്ടിസം ടെസ്റ്റ് വെച്ചിട്ട് ഏർലി ഇന്റർവെൻഷൻ കൊടുക്കാം, സപ്പോർട്ട് കൊടുക്കാം, റിസോഴ്സസ് കിട്ടാൻ സഹായിക്കാം, കമ്മ്യൂണിറ്റിക്ക് അവയർനെസ്സും കൊടുക്കാം. നെക്സ്റ്റ്. ഇപ്പൊ ഓരോ നാട്ടിലും ഓരോ ടെസ്റ്റുകളാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം എല്ലാ സ്ഥലത്തും ഒരേ ടെസ്റ്റ് സ്കെയിലുകളൊന്നുമല്ല ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ അവിടെ ഇരിക്കുന്ന സൈക്കോളജിസ്റ്റ്, അല്ലെങ്കിൽ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ്, അല്ലെങ്കിൽ സപ്പോർട്ട് സ്റ്റാഫ്, നഴ്സുമാരൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ അവർക്ക് നമ്മുടെ കയ്യിലുള്ള സ്ക്രീനിങ് ടൂൾസിൽ ഏറ്റവും പുതിയ ടൂൾസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളത് എന്താണ് നോക്കിയെടുക്കണം, എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം ഈ വിഷയത്തിൽ. അപ്പൊ അതിൽ ഏത് സ്കെയിൽ വേണോ നമുക്ക് ഉപയോഗിക്കാം. റീൽസ്, കാർസ്, അഡോസ് ഇതൊക്കെ പറഞ്ഞിട്ട് കുറെ സ്കെയിലുകൾ അവൈലബിൾ ആണ്. അതിനെപ്പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വെച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ അറിവിലേക്ക് വേണ്ടി. നെക്സ്റ്റ്. അത് ചോദിക്കും, നിങ്ങൾ ഓട്ടിസം എങ്ങനെ കണ്ടുപിടിച്ചു എന്നൊക്കെ. അപ്പൊ നമുക്ക് പറയാമല്ലോ, ഈ ടെസ്റ്റ് നമ്മൾ ഉപയോഗിച്ചെന്ന് പറയാം. മോഡിഫൈഡ് ചെക്ക് ലിസ്റ്റ് ഫോർ ഓട്ടിസം ഇൻ ടോഡ്ലേഴ്സ്, MCHAT എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഇത് 16 മാസം മുതൽ 30 മാസം വരെ കുട്ടികളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇതേപോലെ ഈ പഠിക്കുന്ന, ഈ PhD ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇതേപോലെ ഏതെങ്കിലും ഒരു ടെസ്റ്റ് ആയിരിക്കും മാത്രം ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് അവർ ഈ സ്കെയിൽ ഉണ്ടാക്കുന്നത്. ഇതേപോലെ ഓരോരുത്തരും ഇനിയും എത്രയോ പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എത്രയോ സിമ്പിളായിട്ട് ടെസ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നു, അത്രത്തോളം അതിന് റേറ്റിംഗ് കൂടും, അല്ലെങ്കിൽ എത്രത്തോളം സമൂഹത്തിന് ഗുണം ആയിരിക്കും. വളരെ സിമ്പിൾ ആക്കും തോറും ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. ഇത് നമുക്ക് ആകെ 20 ക്വസ്റ്റ്യൻസേ ഉള്ളൂ ഇതിനകത്ത്, പക്ഷെ കുറിക്ക് കൊള്ളുന്ന ചോദ്യങ്ങളായിരിക്കും. അതുകൊണ്ടാണ് ഈ സ്കെയില് വളരെ പ്രചാരത്തിൽ ഉണ്ടെന്നാണ്. നെക്സ്റ്റ്. ഓട്ടിസത്തിന്റെ ലെവലുകളാണ് നേരത്തെ പറഞ്ഞ 1, 2, 3 പറഞ്ഞ പോലെ. ഇതിൽ ഹൈ ഫങ്ഷനിങ് ഓട്ടിസം ഉണ്ട്. നേരത്തെ ഷാറൂഖ് ഖാൻ ആ സിനിമയിൽ പറഞ്ഞില്ലേ, ആസ്പെർജേഴ്സ്. അപ്പൊ അതിൽ കണ്ടോ, അതിൽ വളരെ വെർബൽ സ്കില്ലെല്ലാം വളരെ നന്നാണ്, ഹൈ IQ ആണ്, ഇന്റൻസ് നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. പക്ഷെ അതിൽ എന്താണ് ചലഞ്ചസ് എന്ന് പറയുന്നത് സോഷ്യൽ ഓക്വേർഡ്നെസ്സും ഡിഫിക്കൽട്ടി ഇൻ മേക്കിംഗ് ഫ്രണ്ട്സ്, കൂട്ടുകാരെയൊന്നും ഉണ്ടാക്കാൻ അവർക്ക് പറ്റുന്നില്ല. സെൻസറി സെൻസിറ്റീവ്നെസ്, വളരെ പെട്ടെന്ന് അവർ എന്താ പറയുന്ന ഫീലിങ്സ് ഒക്കെ ഉള്ള ആൾക്കാരായി പോകും. അപ്പോൾ അതൊക്കെ ഈ ആസ്പെർജേഴ്സ് സിൻഡ്രോമിൽ വരുന്ന കുട്ടികൾക്ക് കാണുന്നതാണ്. കുറച്ചും കൂടെ കൂടിയതാണ് മോഡറേറ്റ് ഓട്ടിസം എന്ന് പറയുന്നത്. അതിൽ വെർബൽ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലും പ്രശ്നമുണ്ട് അവർക്ക്. പിന്നെ റിപ്പീറ്റീവ് ബിഹേവിയർ, ഒരേ പ്രവൃത്തി തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു പ്രേരണ ആ കുട്ടികൾക്ക് ഉണ്ടെന്നുള്ളതാണ്. എന്നാൽ അതേപോലെ അവർക്ക് കഴിവുണ്ടെന്ന് കേട്ടോ. ഈ പറയുന്ന നെഗറ്റീവും ഉള്ളതുപോലെ പോസിറ്റീവ് അവർക്കുണ്ട്. ഗുഡ് സ്കിൽസ് ഇൻ വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഏരിയാസ്. അപ്പൊ വേറൊരു ഒരു കാര്യത്തിൽ അവർക്ക് ഇത്തിരി ദിവ്യാംഗരെന്നാണ് വിളിക്കുന്നവരെ. അറിയാലോ, പണ്ടൊക്കെ വികലാംഗരെന്ന് വിളിച്ചിരുന്ന കാലഘട്ടമൊക്കെ മാറി. ഇപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അവർക്കൊരു കഴിവ് എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ആ കുറവായിട്ടുള്ള കഴിവിന് പകരം മറ്റേതെങ്കിലും കഴിവ് കൂടുതലായിട്ടുണ്ടാവും. ആ കൂടുതലായിട്ടുള്ള കഴിവ് കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതും, അതിലൂടെ നമ്മൾ അവരെ മുകളിലേക്ക് പിടിച്ചുയർത്തി കൊണ്ടുപോകാതിരിക്കുന്നതായിരിക്കും നമ്മുടെ ടാർഗറ്റ്. കുറവുള്ളതിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കണം, അത് നോർമൽസിലേക്ക് കൊണ്ടുവരാൻ സപ്പോർട്ട് കൊടുക്കണം. എന്നാൽ ആ കുട്ടിക്കുള്ള കൂടുതൽ ഉള്ള കഴിവ് ഏതെന്ന് നോക്കിയിട്ട് അതിന് നല്ലൊരു എന്താണ് ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ മുമ്പിലെത്താൻ അവർ സഹായിക്കും. നെക്സ്റ്റ്. അപ്പൊ നമ്മൾ ആ ഇതില് കണ്ട പോലെ ഡിസ്ഗ്രാഫി എന്താണ്, ഡിസ്കാൽക്കുലി എന്താണ്, ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ ഞാനും കയറിയിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റെഫറൻസിന് വേണ്ടി ഉപയോഗിച്ചാൽ പോലും ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ ഈ റൈറ്റിംഗിലൊക്കെ ഉള്ള പ്രയാസങ്ങളെ എഴുതാൻ, എനിക്കും അങ്ങനെ എഴുതാൻ പ്രയാസം, കൈയക്ഷരം ശരിയാവൂല, ചിലപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ടും സ്പെല്ലിംഗ് തെറ്റി പോവും, ഒക്കെ ഉണ്ടാവും. ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ കണക്കിലാണ് പ്രശ്നം വരുന്നത് കേട്ടോ. അതെപ്പോഴും ഉള്ള പ്രശ്നമാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇതൊക്കെ പഠിച്ചപ്പോൾ നമുക്ക് തോന്നിയത് ഇതെല്ലാം നമുക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് പഠിക്കുമ്പോൾ തോന്നുന്നത്. എന്നിരുന്നാൽ പോലും അതറിയാനുള്ള വിദ്യാഭ്യാസം കിട്ടി എന്നുള്ളതാണ് സമാധാനം. നമുക്ക് ഇത്രയും പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ കോഴ്സുകൾ ഉപയോഗപ്പെടുന്നു എന്നുള്ളതാണ്. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ റീഡിങ്ങിലുള്ള പ്രശ്നമാണ്, നമുക്ക് വായിച്ച് മനസ്സിലാക്കി എടുക്കാനുള്ള പ്രയാസങ്ങൾ. ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞാൽ മോട്ടോർ സ്കിൽസിന്റെ പ്രശ്നമാണ്. ഈ ഷ്യൂലേഴ്സ് പോലും കെട്ടാൻ പറ്റില്ല. ടൈ ഒക്കെ കട്ട് ചെയ്യുക, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ടൈ കെട്ടാൻ പറ്റുന്ന പാട്, അവസാനം ടൈ കെട്ടുന്ന പരിപാടി നിർത്തിയിട്ട് കെട്ടിവെച്ച ടൈ കഴിച്ചിട്ടെന്ന് പോകുന്ന അവസ്ഥയായി. ഇപ്പോൾ നിങ്ങൾക്കറിയാം, മുണ്ടെടുക്കാൻ പറ്റാത്തവർക്ക് റെഡിമെയ്ഡ് മുണ്ടെടുത്ത പോലെ തന്നെ വരും. ഇന്നലെ കടയിൽ പോയപ്പോൾ സാരി പ്ലീറ്റ് തയ്ച്ചു വെച്ചിരിക്കുക. നമ്മൾ പണ്ടത് ഇങ്ങനെ ഭാര്യയുടെ ഇങ്ങനെ പ്ലീറ്റ് പിടിച്ചു കൊടുക്കുന്നത്, ഇപ്പൊ അങ്ങനെയൊന്നും വേണ്ട, പ്ലീറ്റ് അടിച്ചു വെച്ചിരിക്കുക, കൊണ്ടു കിട്ടാൽ മതി. അത് ഈ ഡിസ്പ്രാക്സിയ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആരോ കണ്ടുപിടിച്ചതാണ് എന്നുള്ളതാണ്. എന്നിരുന്നാലും
ഈ അസുഖങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമാണ്, കണ്ടുപിടിക്കാതിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിത് എന്താ പറയുന്നത്, അസുഖം എന്ന് വിളിക്കാൻ പാടില്ല കേട്ടോ, വ്യക്തികളാണ് എന്താണ് ഈ ദിവ്യാംഗരെ കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ അറിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ്, നമ്മുടെ പ്രധാനപ്പെട്ട ഋതിക് റോഷൻ. ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഇത്രയും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും VIP കളായിട്ടുണ്ടാവും, ഇത്രയും കഴിവുള്ള മനുഷ്യരായി. ഈ അസുഖം ഒന്നും ചില്ലറയുള്ളതൊന്നും അല്ല. ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ അവന് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് എന്താണ് തിരിച്ചറിയാൻ സാധിച്ചാൽ, ഈ ഒരു അസുഖത്തിനെ ഡയഗ്നോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അയാളുടെ ടൈം തെളിഞ്ഞു എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കിയത് ഋതിക് റോഷൻ ഇത് ഡിസ്ലെക്സിയ എന്ന രസമുള്ള ആളാണ്. അദ്ദേഹം നിൽക്കുന്ന അവസ്ഥ എന്താണ്? ഇത് അന്ന് കണ്ടുപിടിച്ചത് കൊണ്ടല്ലേ അദ്ദേഹത്തിന് ഈ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് ഈ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അപ്പൊ എത്ര പേരെ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും അറിയാമോ, ആ ഏർലി ഇന്റർവെൻഷൻ കൊടുക്കാൻ സാധിച്ചാല്. നെക്സ്റ്റ്, ഋതിക് റോഷൻ മാത്രമല്ല കേട്ടോ, ഇദ്ദേഹം ശേഖർ കപൂർ. അപ്പം ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഡിസ്ലെക്സിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. റീഡിങ്ങിലെ പ്രയാസങ്ങൾക്ക് എന്നാലും പുതിയ സിനിമയൊക്കെ എത്ര കാര്യമായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനൊരു കഴിവ് കുറവ് ഉണ്ടെങ്കിലും കഴിവ് കൂടുതലുള്ള ഏരിയ അദ്ദേഹം കണ്ടുപിടിച്ചിട്ട് അതിൽ അദ്ദേഹം അഗ്രഗണ്യനായി എന്നുള്ളതാണ്. നെക്സ്റ്റ്, സ്വന്തം അഭിഷേക് ബച്ചൻ. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഡിസ്ലെക്സിയ ഉണ്ടായിരുന്നു, 9ാം വയസ്സിൽ ഡയഗ്നോസ് ചെയ്തു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിരുന്നു, ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം തന്നെ ട്രെയിനിങ് കിട്ടി, അദ്ദേഹം നല്ല രീതിയിൽ അതിനെ ഓവർകം ചെയ്ത് കയറി വന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഡിസ്പ്രാക്സിയ ഉള്ള ആളാ നമ്മുടെ ഡാനിയൽ. ഇദ്ദേഹം ഹാരി പോട്ടർ എന്ന ആ കഥാപാത്രം ഇല്ലേ, അതാ ചെയ്തത്. ഇദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്, മോട്ടോർ സ്കില്ലിലാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. അദ്ദേഹം അവെയർ ആണ്, അദ്ദേഹം അതിനുള്ള ട്രെയിനിങ്ങും എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, ഡിസ്ലെക്സിയ ഉള്ള ആളാ ടോം ക്രൂയിസ്. അപ്പൊ ഇദ്ദേഹം ഹോളിവുഡ് ആക്ടറാണ്. മിഷൻ ഇമ്പോസിബിൾ എന്ന് പറയുന്ന സീരീസ് ചെയ്ത മനുഷ്യനാണ്. കണ്ടാ പറയോ, 7ാം വയസ്സിൽ ഡിസ്ലെക്സിയ ഡയഗ്നോസ് ചെയ്ത ആളാ. നെക്സ്റ്റ്, ഇദ്ദേഹം ഉണ്ടായിരുന്നു കേട്ടോ, റിവീസ്. ഇദ്ദേഹം നമ്മുടെ മെട്രിക്സ് അതില് കൂടെ എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള മനുഷ്യനാണ്. ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളതും ഞാൻ അതിന് ട്രെയിനിങ് എടുത്തു എന്നുള്ളതും ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കഴിവ് അഭിനയത്തിലാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം പുള്ളിക്കാർ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സമൂഹം നമ്മുടെ സപ്പോർട്ട്, അദ്ദേഹത്തിന് മാക്സിമം സപ്പോർട്ട് അതിൽ കിട്ടുകയും ചെയ്തു. നെക്സ്റ്റ്, ഇതിൽ നോട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്ന കുറച്ച് നോട്ടാണ്. എത്ര ടൈപ്പ്, 7 ലേണിംഗ് ഡിസബിലിറ്റി ടൈപ്പുകൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഡിസ്കാൽക്കുലിയ, ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, വിഷ്വൽ പെർസെപ്ഷൻ, മോട്ടോർ ഡെഫിസിറ്റ്, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാം, റെഫർ ചെയ്യാം. നെക്സ്റ്റ്, നെക്സ്റ്റ്, ഹാങ് ആയോ? ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ, നമ്മുടെ നേരത്തെ കേൾവി വൈകല്യം പറഞ്ഞില്ലേ, ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഡിസോർഡർ, ദെൻ നോൺ വെർബൽ ലേണിംഗ് ഡിസോർഡർ. അപ്പം ഇങ്ങനെ കുറച്ച് ലേണിംഗ് ഡിസോർഡേഴ്സിന്റെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, സിംറ്റംസ് എല്ലാം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് ഈ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഈസി ആവും. വളരെ സിമ്പിൾ എക്സാമ്പിൾസ് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, നമ്മുടെ ഈ ടിക്സിന്റെ അസുഖത്തെ പറ്റി ആസ്പദമാക്കി എടുത്തൊരു സിനിമയാട്ടോ, ഹിച്ചി എന്ന് പറഞ്ഞിട്ട്. ഇത് വളരെ എന്താ പറയുക, നമുക്ക് ആ ഒരു അസുഖം ഉള്ള ഒരാളുടെ വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളും ആ അസുഖം ഉള്ള ആളിനെ എന്താണ് ആ പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്ന് അവരുടെ കഴിവ് കണ്ടെത്തി ആ കഴിവ് മോട്ടിവേറ്റ് ചെയ്ത് അതിൽ നിന്ന് അവര് എനർജി എടുത്തിട്ട് ഒരു സ്കൂളിനെ മുഴുവൻ ഒരു മാതൃകയാക്കുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടൊരു ക്യാരക്ടറാണ് ഹിച്ച്കി. ടോറസ് സിൻഡ്രോം എന്ന് പറയുന്ന അസുഖമാണ് ഇതിൽ കഥ കാണിച്ചിരിക്കുന്നത്. അടുത്തേക്ക് പോവാം. ഇപ്പൊ ഈ മോട്ടോർ ടിക്സും വോക്കൽ ടിക്സ് ഒക്കെയാണ് ഈ ടോറസ് സിൻഡ്രോമിന്റെ ലക്ഷണങ്ങൾ. ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്, നമ്മുടെ ഇതിൽ തന്നെ വരുന്നതാണ്. ഇങ്ങനെ കണ്ണ് ഈ സൈറ്റ് അടിക്കാന്നില്ല, ചിലപ്പോൾ ആരെങ്കിലും നമുക്ക് സൈറ്റ് അടിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വഴക്കുണ്ടാക്കില്ലേ. അപ്പോൾ അങ്ങനെ അല്ല, ഇതൊരു അസുഖത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. തോൾ ഇങ്ങനെ ഒന്ന് വെട്ടുക,
തല ഇങ്ങനെ ഒരു സിനിമയിലെ ഇന്നസെന്റ് കാണിക്കുക, തല ഇങ്ങനെ വെട്ടി കാണിക്കുക, ഇടയ്ക്കിടയ്ക്ക് മൂക്ക് ഒന്ന് തൊട്ടൊന്ന് അനക്കിയെടുക്കുക, നമ്മളെ കൺട്രോളിലല്ല, ചില സൗണ്ടുകൾ കേൾപ്പിക്കുക, ഇങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്. നമുക്ക് ഇത് രോഗമല്ല കേട്ടോ. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ഉള്ളിലൊരു വിങ്ങലുണ്ടാവും. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കാമാവും. അപ്പൊ പട്ടി ഇങ്ങനെ കുരക്കില്ലേ, ഇങ്ങനെയൊക്കെ. അപ്പൊ ക്ലാസ്സിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നെ കളിയാക്കുന്ന നാടാന്ന് ചോദിക്കും ടീച്ചർമാര്. കാരണം ആ ബാക്കിൽ ഇരുന്ന കുട്ടികൾ കാണിക്കുന്നത്, ഈ കുട്ടി അസുഖമുള്ള കുട്ടി കാണിക്കുമ്പോൾ ടീച്ചർ ഇതിനെപ്പറ്റി അറിയാത്ത ഒരാളാണെങ്കിൽ ടീച്ചർ വളരെയധികം ഷൗട്ട് ചെയ്യും അവിടെ കിടന്ന്. ആ കുട്ടിക്കും പ്രശ്നമാണ്. കാരണം ആ കുട്ടി അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. ആ കുട്ടി ഉള്ളിൽ അത് ഒരു പ്രേരണ വരുന്നു, ആ കുട്ടി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു പക്ഷേ പഠിക്കുന്നവർക്ക് അതൊരു എന്താ പറയുക കൗതുകമായിരിക്കും. അസുഖമുള്ള ആൾക്കാർക്ക് അതൊരു വിനയാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ എന്താ പറയാ, ഈ ഒരു അസുഖമാണ് എന്ന് അറിഞ്ഞുകൂടാത്തോണ്ടുള്ളൊരു വിഷമം ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ എന്നെ കളിയാക്കിയതാണോ എന്നുള്ള ഡൗട്ട് തോന്നുകയും ചെയ്യും. നെക്സ്റ്റ്. ഇത് എപ്പിലെപ്സി നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു രോഗമാണ് എപ്പിലെപ്സി. എന്നാൽ പിന്നെ ഈ ഡെവലപ്മെന്റൽ ഡിസോർഡറിന്റെ ഭാഗമായിട്ടും ഈ എപ്പിലെപ്സി ഉണ്ടാകുന്നുണ്ട്. ബ്രെയിനിനകത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും, നമ്മുടെ എല്ലാവരുടെ തലച്ചോറിനകത്തും ഇങ്ങനെ കോടിക്കണക്കിന് ന്യൂറോൺസ് ഉണ്ട്. എവിടെയെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട്, നമ്മളെ വീട്ടിൽ തന്നെ ഒരു ഇടിമിന്നൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കടിച്ചു പോവില്ലേ, അതേപോലെ തലച്ചോറിൽ എന്തെങ്കിലും ഒരു പനിയോ ടെമ്പറേച്ചർ അല്പം കൂടിപ്പോയാലോ ഇല്ലെങ്കിൽ ഒരു ഉറക്കം എണിച്ചാലോ ഒക്കെ കൊച്ചു കുട്ടികളാകുമ്പോൾ ഉറക്കത്തിൽ ഞെട്ടൊക്കെ ചെയ്യില്ലേ. ഇതെല്ലാം കൊച്ചു അപസ്മാരത്തിന്റെ. ചിലർക്ക് ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ളത് അപസ്മാരം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തറയിൽ കിടന്ന് വെട്ടി നാക്ക് മുറിഞ്ഞ് തുപ്പൽ വന്ന് അങ്ങനെയൊന്നുമല്ല. വെറുതെ ഒരു മിനിറ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ കിളി പോയിരിക്കുന്ന പോലെ തോന്നുന്ന പോലും ഈ അസുഖത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ന്യൂറോളജി അസുഖങ്ങൾ വെച്ച് നോക്കുമ്പോൾ 4ാം സ്ഥാനത്താണ് ഈ അപസ്മാരത്തിനുള്ളത്. ഇങ്ങനെ ഒരു കാരണമില്ലാതെയും ഫിറ്റ്സ് വരാറുണ്ട്, എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടും ഫിറ്റ്സ് വരാറുണ്ട്. അത് ഏതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഡോക്ടറുടെ ജോലി. പക്ഷെ ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറിന് കാരണമാകുന്ന ഒരു അസുഖമാണ് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അവയർനെസ് ഇന്നലെ ആയിരുന്നു ഞാൻ പറഞ്ഞത്. വിഷ്വൽ ഡിസോർഡേഴ്സ്. അപ്പൊ ഈ അസുഖമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കാഴ്ചയുടെ പ്രശ്നങ്ങളും വരും. കുട്ടിക്ക് കണ്ണാടി വെച്ചാലൊന്നും മാറൂല അത്. കാരണം കാഴ്ചയുടെ വൈകല്യമല്ല, തലച്ചോറിനകത്തേക്കാ പ്രശ്നം. ഈ കാഴ്ചയിൽ നിന്ന് പിന്നെ തലച്ചോറിലേക്ക് പോകുന്ന സ്ഥലത്താണ് ഈ അസുഖമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ അത് ഈ കുട്ടിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത് കാണുമ്പോൾ, കുട്ടികളുടെ ആ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമ്മളിത് മനസ്സിലാക്കണം. ടീച്ചർമാരൊക്കെ ക്ലാസ്സിൽ കിടന്ന് ഇങ്ങനെ കുട്ടി എന്താണ് വായി കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ വഴക്ക് കൊടുത്താലും ആ കുട്ടിക്ക് എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു എന്നുള്ളത് ടീച്ചർമാര് മനസ്സിലാക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോ ഈ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സ് എന്തൊക്കെയാണെന്നും കണ്ടുപിടിക്കേണ്ട രീതിക്ക് ട്രെയിനിങ് കൊടുക്കുന്നുള്ളതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കാറില്ല. പണ്ട് ഇങ്ങനെ കുട്ടികൾക്ക് ഒരു പ്രയാസം ഉണ്ടായിരുന്നു, ടീച്ചർ ഇങ്ങനെ വഴക്ക് പറയുന്നുള്ളതുകൊണ്ട്. നെക്സ്റ്റ്. ഇദ്ദേഹം സൂർദാസ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ഒരു കവിയായിരുന്നേ. ജന്മനാ തന്നെ കാഴ്ചയുടെ വൈകല്യം കൊണ്ടായി. പക്ഷെ ഇദ്ദേഹം എന്തുമാത്രം രചനകൾ എടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? ഇദ്ദേഹത്തിന്റെ ഭക്തികവി ഒക്കെ ആയിരുന്നു. ഭക്തികവി എന്ന് അറിയപ്പെടുന്നത് ഭക്തകവി സൂർദാസ്. രാജ്യം അദ്ദേഹത്തിനെ ബഹുമാനിക്കാൻ വേണ്ടി സ്റ്റാമ്പ് പോലെ ഇറക്കിയിട്ടുണ്ട്. അപ്പോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാല് ആ കുഞ്ഞ് എന്താണ് ഇരുട്ടിലേക്ക് പോവേണ്ട ആളല്ല, വെളിച്ചത്തിലേക്ക് വരേണ്ട ആളാണ്. സമൂഹം ഒന്ന് സപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ്. ഓഡിറ്ററി പ്രോസസ്സിംഗ്, കേൾവിയിലെ പ്രശ്നങ്ങളെ പറ്റിയുള്ളതാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, പക്ഷെ നോട്ടായിട്ട് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ്. അപ്പൊ അതിന്റെ കുറച്ച് ഇതാണ്, അതായത് എങ്ങനെയാണ് നമ്മൾ കേൾവി പ്രശ്നം ഉണ്ടോ എന്ന് അറിയുന്നുള്ളതാണ്. കുട്ടികളില് പേര് വിളിക്കുമ്പം അയാൾ തിരിഞ്ഞു നോക്കുന്നില്ല, സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ കാണിക്കുന്നത്, അതായത് നമ്മൾ ഒരു ശബ്ദം കൊടുത്തു കഴിഞ്ഞാൽ ആ ശബ്ദത്തിനൊരു മറുപടി എന്ന രീതിയിൽ ആ കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് ബിഹേവിയർ ഉണ്ട്. അത് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു ഹിയറിംഗ് ഇമ്പയർമെന്റ്, ചിലപ്പോൾ ചെവിക്കകത്തൊരു എന്താ പറയുക ചെവിക്കായം കയറി അടഞ്ഞതല്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറിന്റെ കാരണമായേക്കാം. അത് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ തന്നെ ജോലിയാണ്. നെക്സ്റ്റ്. ഓട്ടിസത്തെ പറ്റിയിട്ട് ഒരു ചോദ്യം നിങ്ങളുടെ ഇതിൽ കൊടുത്തിരുന്നു ഞാൻ, നമ്മുടെ പ്രീ ടെസ്റ്റില്. ഉന്മാദ എന്നാണ് അതിന്റെ പേര്. നമ്മുടെ ഇത്
അലോപ്പതിയിൽ മാത്രമല്ല ആയുർവേദത്തിലും ഈ അസുഖത്തെ പറ്റി കുറച്ച് ടെക്സ്റ്റ് ഒക്കെ ഉണ്ട്. ഉന്മാദം എന്നാണ് ആ അസുഖത്തെ പറ്റിയിട്ട് അവർ റെഫറൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതില് പഞ്ചകർമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില തെറാപ്പികൾ ആയുർവേദത്തിലെയും കൂടെ ഇവർക്ക് ഗുണകരമായിട്ട് വരുന്നുണ്ട്, ഒരു സ്റ്റിമുലേഷൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് പറയാൻ വേണ്ടിയിട്ട് ഈ സ്ലൈഡ് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ്, പാരന്റ്സിനോട് 2 ടിപ്സ് ഉണ്ട്. ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറുള്ള കുട്ടികൾക്ക് നമുക്ക് എവിടെ പോകുമ്പോഴും നമ്മൾ അവരെ ഒറ്റപ്പെടുത്തി ഇരുത്തരുത്, നമ്മൾ അവരെയും കൊണ്ടുപോവുക. പിന്നെ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചില വാശികളൊക്കെ കാണും. ഞാൻ അങ്ങനെ ചെയ്യൂ, അത് അവിടെ വെക്കുള്ളൂ, ഞാൻ ഇങ്ങനെ ഇരിക്കുള്ളൂ, ഞാൻ ബുക്ക് ഇങ്ങനെ വെക്കുള്ളൂ, ഒക്കെ കുറച്ച് വാശി ഉണ്ടാവുക. അത് അസുഖത്തിന്റെ ഈ ബുദ്ധിമുട്ടിന്റെ ഭാഗമാണ്. നമ്മൾ അതിന് തർക്കിക്കാനോ മാറ്റാനോ ഒന്നും പോകരുത്. അവനെ അവന്റെ ഭാവനയ്ക്ക് വിടുക എന്നുള്ളതാണ്. ക്ഷമ വേണം. ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് ഈ പറയുന്ന സപ്പോർട്ട് കൊടുത്തിട്ട് അവന്റെ കഴിവിലെ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കളികൾ കൂടുതൽ, അവന് ഇഷ്ടപ്പെടുന്ന കളികൾ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. കളികളിൽ നിന്ന് വേണം അവനെ പഠിപ്പിച്ചെടുക്കാൻ. നെക്സ്റ്റ്, ഈ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ കുട്ടികൾക്ക് നമുക്ക് പലപ്പോഴും ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിപ്പിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ ചില പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ സത്യം പറഞ്ഞാൽ അവന്റെ മനസ്സ് നമ്മൾ കയ്യിലെടുക്കാൻ സാധിക്കുക. അതായത് അവനെ വെർബലി ഒന്ന് പ്രൈസ് ചെയ്യുക, ആ കൊള്ളാം മോനെ മിടുക്കൻ എന്ന് തോളിൽ തട്ടിയൊക്കെ പറയുന്നത് പോലും ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ്. കൈയടിക്കുക, അവൻ നല്ല എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് കൈയടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ എന്താണ്, അവനെന്തെങ്കിലും ഒരു സമ്മാനം, കൊച്ചു സമ്മാനം, പേനയോ, വലിയ സമ്മാനമൊന്നുമല്ല, കൊച്ചു പേനയോ, അവന് ഇഷ്ടപ്പെടുന്ന ഒരു പെയിന്റിങ്ങോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാം. കഥ പറഞ്ഞു കൊടുക്കാം. പിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മം കൊടുക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് അവർക്ക് ഭയങ്കര സന്തോഷമാവും. അത് ഓരോരുത്തരുടെ രീതി അനുസരിച്ച് കേട്ടോ, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ഇഷ്ടപ്പെടുന്ന ചിലർക്ക് ദേഹത്ത് തൊടുന്ന ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്. അവരെ പോയി കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വയ്ക്കാൻ പോകരുത്, അവരടി തരും. അപ്പോൾ ആ കുട്ടിയുടെ പോസിറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ തെറാപ്പിസ്റ്റ് എന്ന രീതിയിൽ ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇതിനിടയ്ക്കൊക്കെ നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് അറിവുകൾ വെക്കുന്നുണ്ട്. ഇത് ഈ പാല്, നമ്മുടെ നാട്ടിൽ പാല് കുടിക്കാത്ത കുട്ടികളില്ല എന്നുള്ളതാണ്. ജനിച്ച് വീഴുന്ന സമയം മുതൽ മരണം വരെയും പോകുന്ന ഒരേ ഒരു സാധനം പാലിന്റെ പല രൂപങ്ങളാണ്. ചിലപ്പോൾ നമ്മൾ കുടിക്കുന്ന അമ്മിഞ്ഞ പാലായിരിക്കും, അത് കഴിഞ്ഞ് കവർ പാലായിരിക്കും, പശുവും പാലായിരിക്കും, ഷാർജ ആയിരിക്കും, ഷെയ്ക്ക് ആയിരിക്കും. ഏതെങ്കിലും രൂപത്തിൽ ഒരു ദിവസം പാല് കയറാത്ത ശരീരം ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ. അപ്പൊ ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഓട്ടിസം അസുഖമുള്ള അല്ലെങ്കിൽ പ്രയാസമുള്ള കുട്ടികൾക്ക് ഈ A2 മിൽക്ക് A1 മിൽക്ക് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. A1 മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദേശ ജൻസുകളിൽ നിന്നുള്ള പശുക്കളിൽ നിന്ന് കിട്ടുന്ന പാലിനെയാണ് ഈ A1 മിൽക്ക് എന്ന് പറയുന്നത്. അതിൽ ചില ഈ ഗട്ടിൽ നമ്മുടെ ഈ ദഹന വ്യവസ്ഥയിൽ കൂടെ ക്രോസ് ചെയ്ത് ബ്രെയിനിലേക്ക് പോകുന്ന BCM സാധനം എന്നുള്ളൊരു സാധനമുണ്ട്. ഈ സാധനം ഈ പറയുന്ന A1 മിൽക്കിൽ ഉണ്ടെന്നുള്ളതാണ്. എന്നാൽ A2 മിൽക്കിൽ ഈ സാധനം കുട്ടികളുടെ ബ്രെയിനിലേക്ക് അധികം പോകുന്നില്ല എന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ A2 മിൽക്ക് കഴിക്കുന്ന കുട്ടികളിൽ ഈ ഒരു ഓട്ടിസം ബിഹേവിയർ കുറവാണ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് കൂടുതൽ ഗവേഷണം നടക്കുന്നുണ്ട്. സമീപഭാവിയിൽ നമ്മുടെ എല്ലാ കുട്ടികളും ഏറ്റവും കൂടുതൽ അകത്തേക്ക് പോകുന്ന ഒരു പാനീയം പാലായതുകൊണ്ട് A1 പകരം A2 മിൽക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ കുറച്ച് ഓട്ടിസം ബിഹേവിയറുകൾ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കാം. റിസർച്ചുകൾ അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിവിടെ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. ഗട്ട് ബ്രെയിൻ കണക്ഷൻ കൂടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയും തലച്ചോറുമായിട്ട് അടുത്തൊരു ബന്ധമുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഈ കുറച്ച് ബ്രോഷേഴ്സ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൊച്ചൊരു നോട്ടീസ് മാതിരി നമ്മുടെ ശ്രീത്രയിൽ തന്നെ നിർമ്മിച്ചതാണ്. ഇത് നിങ്ങൾക്ക് നമ്മുടെ സർക്കുലേഷന് വേണ്ടി ഉപയോഗിക്കാം. ഓട്ടിസത്തിന്റെ ഒരു നോട്ടീസ് ബ്രോഷറാണ്. നെക്സ്റ്റ്, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വളരെ രസകരമായിട്ട് അതിൽ കൊടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചേട്ടനാണ്, നമ്മുടെ ഫഹദ് ഫസിൽ. ഈ ചങ്ങാതിക്ക് ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉണ്ട് എന്ന് ഇദ്ദേഹം തന്നെ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വെച്ചതാണ്. അപ്പൊ അദ്ദേഹം അതിൽ അവെയറാണ്. അദ്ദേഹത്തിന് അതിനുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അറിയാലോ, ഇങ്ങനത്തെ പ്രയാസങ്ങൾ പറയുന്ന ആൾക്കാരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. അപ്പം നമുക്ക് ഒന്ന് കണ്ടുപിടിച്ച് കൊടുത്ത് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്ലയന്റ് ഇങ്ങനെയൊക്കെ ആയി തീരും എന്നുള്ളത് നമുക്ക് സന്തോഷിക്കാം. നെക്സ്റ്റ്, അദ്ദേഹം ഒറ്റയ്ക്കല്ല, നമ്മുടെ ആലിയ ഭട്ട് ചേച്ചിയും ഉണ്ട്. എവരും പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ പ്രശ്നം ADHD ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ മീറ്റു എന്ന് പറയുന്ന പോലെ നമുക്ക് ഇങ്ങനെ ഒരു ഒരു അസുഖം മുമ്പ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് എനിക്ക് മുമ്പ് ഉണ്ടായി എന്നുള്ളത് പലരും ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഇന്നത്തെ തലമുറയിൽ എന്തായാലും ഒരു മാറ്റമുണ്ട്. അവയർനെസ് കൂടി വന്നിട്ടായിരിക്കാം ഇതൊക്കെ ഞാൻ മാറ്റിയെടുത്തു എന്ന് പറയുന്നതിൽ എന്താ പറയുക, ഒരു അഭിമാനം കാണുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ വളർന്നു വരുന്നുണ്ടെന്നുള്ളതാണ്. നെക്സ്റ്റ്,
എമ്മ വാട്സൺ, ഇദ്ദേഹവും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ADHD ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. നമുക്ക് നമ്മുടെ നാട്ടിലുള്ള 2 ചേച്ചിമാരെ ഞാൻ ആദ്യം കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ആളല്ല, എന്നാലും ഇവരൊരു ഹോളിവുഡ് ആക്ട്രസ് ആണ്. നെക്സ്റ്റ്, ജിം കാരെ. ഇദ്ദേഹം വളരെ ഒരു നമ്മുടെ നാട്ടിലെ എന്താ പറയുന്ന ജഗദീഷ് ശ്രീകുമാറിനെ പോലെ വളരെ ഒരു തമാശക്ക് അടിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പം ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ADHD, ഡിസ്ലെക്സി രണ്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ വലിയൊരു കോമഡി സ്റ്റാർ ആണ് ഇദ്ദേഹം. നെക്സ്റ്റ്, ഈ ADHDയുടെ വളരെ നമുക്ക് സാധാരണക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രോഷറാണ്. നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരും ഇതിൽ കുറച്ച് വായിച്ചു നോക്കിയിട്ട് അവരുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ബ്രോഷർ നിങ്ങൾ തരുന്നു എന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ്, കാരണം ഈ ഒരു ചെറിയ നമുക്ക് ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇത്രയും ഇൻഫർമേഷൻ ഒരുമിച്ച് തരാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ ബ്രോഷറായിട്ട് തരുന്നത്. ഇത് ADHD ക്വസ്റ്റനെയർ ആണ്. നേരത്തെ ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി, അതേപോലെ നമുക്ക് ഈ ADHD ക്വസ്റ്റനെയർ ആണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ക്രീൻ ചെയ്താൽ ADHD ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ്, ADHD തന്നെയാണ്. അപ്പൊ ഇതിൽ അറിയാൻ സാധിക്കുന്നത് ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന സാധനം നമുക്ക് കൈകാര്യം ചെയ്യാൻ, ഇപ്പം മരുന്നുകളൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും മരുന്നിന്റെ പുറകെ പോകാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ മരുന്ന് കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, മരുന്ന് കൊടുക്കുന്നതിൽ പ്രയാസമുള്ള ആൾക്കാരുണ്ട്. അയ്യോ കുട്ടി ഉറങ്ങിയിരിക്കും, എപ്പോഴും ഉറങ്ങുന്നു എന്നുള്ളതൊക്കെ. പക്ഷെ നമുക്ക് സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ചികിത്സയ്ക്കൊപ്പം തന്നെ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ അറിയണം. അതിന് വേണ്ടിയിട്ട് അടുത്ത സ്ലൈഡ് ഈ പെറ്റ് അനിമൽസ് നമുക്ക് ഈ ADHD ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കുന്നുള്ളതാണ്. അടുത്ത സ്ലൈഡിൽ അത് കാണുന്നുണ്ട്. അത് പുതിയ സ്റ്റഡിയാണ്. നമ്മുടെ നാട്ടില് ഈ പ്രത്യേകിച്ച് ഈ ഇപ്പം കൊച്ചു ഇപ്പം എന്താ പറയുക പെറ്റ് അനിമൽ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്ന പട്ടി, പൂച്ച അങ്ങനത്തെ അല്ലേ. പക്ഷെ അധികം ആക്ടിവിറ്റി ഇല്ലാത്ത മൃഗങ്ങളാണ് നല്ലത്. പ്രത്യേകിച്ചും ഈ നമ്മുടെ നാട്ടിലെ പശുക്കളുണ്ടല്ലോ, പശുക്കുട്ടികൾ വലിയ പട്ടിയാണെങ്കിൽ എപ്പോഴും ചാട്ടവും ബഹളവും പറയുകയുണ്ട്. കുരങ്ങൊക്കെ ചാട്ടവും ബഹളവും പറയുകയോ അല്ലേ. പക്ഷെ പശു അങ്ങനെയല്ല, തിരിച്ച് കടിക്കുകയൊന്നുമില്ലല്ലോ. അത് ഇത്തിരി കൊച്ചുകുട്ടിയാണെങ്കിൽ നമ്മളൊന്ന് മെരുങ്ങി വന്നു കഴിഞ്ഞാല് കുട്ടിക്ക് വളരെ സമാധാനമായിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു പെറ്റ് അനിമലാണ് കൊച്ചു പശുക്കുട്ടി. ഇപ്പം പുങ്കന്നൂർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടൈപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റഡിയിൽ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇത് വിശാഖപട്ടണത്ത് നടന്നൊരു സ്റ്റഡി ആണെങ്കിൽ പബ്ലിഷ് ചെയ്തത് വിദേശത്താണ്. അവർ പറയുന്നത് ഈ അനിമൽ ബോണ്ട്, നമുക്ക് ഹ്യൂമൻ അനിമൽ ബോണ്ട്, ഇവരുടെ മനസ്സും അനിമലിന്റെ മനസ്സും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ADHD കുട്ടികൾക്ക് സാധിക്കുന്നുള്ളതാണ്. മൃഗങ്ങളുമായിട്ട് അവർക്ക് വളരെ പെട്ടെന്ന് ഇടപഴകാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കഴിവ് നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ കൊണ്ട് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ്, മാത്രമല്ല നമ്മുടെ ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ പറയുന്നുണ്ടാവും. അടുത്ത സ്ലൈഡിൽ മ്യൂസിക് ആണ്. അപ്പൊ നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ എപ്പോൾ നോക്കിയാലും നമ്മുടെ ചുറ്റിയിരിക്കുന്ന എല്ലാവരും ചെവിക്കകത്ത് മറ്റേ ബഡ് വെച്ചിട്ട് ഇരുന്ന് പാട്ട് കേൾക്കുന്നതാണ്. ഞാൻ വിചാരിച്ചു എന്താണ് ഇത്രയും കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ ഇതിനു വേണ്ടി ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയതാ. അപ്പോ ഞാനിത് വിചാരിച്ചു ചിലപ്പം പാട്ട് കേട്ടാൽ കൊള്ളാം എന്നുള്ളതേ ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, തെളിയിച്ചിട്ടുണ്ടെന്നാണ്. നമ്മുടെ തലച്ചോറിൽ മ്യൂസിക് ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടാണ് ഈ ചിത്രത്തിൽ മുഴുവൻ കാണുന്നത്. തലച്ചോറിന്റെ ഏതൊക്കെ ഭാഗത്താണ് മ്യൂസിക്കിന്റെ ഗുണം കാരണം ചികിത്സയിൽ ഉണ്ടാകുന്ന മാറ്റത്തിലൂടെ എന്താണ് അവർക്ക് ബ്രെയിൻ നോർമൽസി എന്ന് പറയാൻ പറ്റില്ല, ആ കേടുപാടുകൾ മാറ്റിക്കൊണ്ട് അവർക്ക് ഈ ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാൻ സാധിക്കുന്നുള്ളതാണ്. പരിഹരിക്കാൻ വെച്ചാൽ 100% സാധിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു ഉദ്ദേശിച്ചത്. അവർക്കൊരു പകരം വ്യവസ്ഥ നമുക്ക് ഈ മ്യൂസിക്കിലൂടെ കൊടുക്കാൻ സാധിക്കുന്നു. അവിടെ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ തോത്, സിവിയറിറ്റി കുറയ്ക്കാൻ നമ്മുടെ ഈ പറയുന്ന മ്യൂസിക്കിന് ആവുന്നുള്ളതാണ്. അപ്പം നമ്മുടെ കുട്ടികളെ ഡാൻസ് കളിക്കാൻ വിടുക, പാട്ട് പഠിക്കാൻ വിടുക, കളരി പഠിക്കാൻ വിടുക, നീന്തൽ പഠിക്കാൻ വിടുക. ഇപ്പൊ അടുത്ത സ്ലൈഡിലേക്ക് പോയേ. ഈ പാട്ടും ഈ പറയുന്ന പെറ്റ് അനിമലും മാത്രമല്ല, നമ്മുടെ സ്വിമ്മിങ്ങും നമ്മുടെ ഈ ADHDക്ക് ട്രീറ്റ്മെന്റ് ആയി. ഇത് 2024 കഴിഞ്ഞ മാസം ഓഗസ്റ്റിൽ വന്ന ഒരു ആർട്ടിക്കിളാണ്. സ്വിമ്മിങ്ങും നമുക്ക് ഗുണമാണെന്ന് തെളിയിച്ചു. നമുക്ക് ഇങ്ങനെ മുമ്പ് വെറുതെ പറയുമായിരുന്നു ഇതൊക്കെ ചെയ്താൽ മതി, കുട്ടിയെ മണ്ണിൽ കളിപ്പിക്കൂ, കുട്ടിയെ നീന്താൻ വിടൂ, കരാട്ടെ പഠിപ്പിക്കൂ എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ഈ തലമുറ അനുസരിച്ച് എല്ലാം നമ്മൾ ഗവേഷണത്തിലൂടെ കാണിച്ചു കൊടുത്താൽ മാത്രമേ എല്ലാ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇതാ വന്നു. സ്വിമ്മിംഗ് എന്ന് പറഞ്ഞ് കുട്ടികളെ കൊണ്ട് വെള്ളത്തിൽ നിന്ന് ഇടരുത്. ഇത് വളരെ ട്രെയിനിങ് കിട്ടേണ്ട സ്ഥലത്ത് പോയി സ്വിമ്മിംഗ് പഠിപ്പിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. നെക്സ്റ്റ്, ക്ലാസ് കഴിയാറായി. നെക്സ്റ്റ്,
ഇതാണ് നമ്മുടെ ചങ്ങാതി. നമ്മൾ ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ പറയുമ്പോൾ നമുക്ക് അറിയുന്ന ഒരാൾ വേണ്ടേ ഈ ഹൈപ്പർ ആക്ടിവിറ്റി ആരാണെന്ന്. ഇത് കണ്ടോ, അവന്റെ ശല്യം കാരണം അവന്റെ അമ്മ അവനെ കെട്ടിയിടേണ്ട അവസ്ഥ ഉണ്ടായി. ആലോചിച്ച് നോക്കിയേ. നമ്മുടെ മുമ്പിൽ നമ്മുടെ സാഹിത്യത്തിൽ ഇത്രയും ഈ പറയുന്ന പ്രശ്നം ഉണ്ടാക്കുന്ന പയ്യൻ വേറെ ആരും ഉണ്ടാവില്ല. അത്രയ്ക്ക് ശല്യമായിരുന്നു ഇവൻ വീട്ടില്. അവന്റെ അവസ്ഥ നോക്കിയാണ് അവന്റെ അമ്മ കെട്ടിയിടേണ്ട സാഹചര്യം ഉണ്ടായി. അവൻ എങ്ങനെ അവന്റെ ശീലം മാറ്റിയെന്ന് അറിയണ്ടേ. നെക്സ്റ്റ്. ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. നമ്മുടെ ഈ പറയുന്ന ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ, പല മൈൽഡ് ആയിട്ടുള്ള ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സും ഒരു പ്രായപൂർത്തിയാവുന്നതോടുകൂടി പലതും കുറഞ്ഞു വരാറുണ്ട് എന്നുള്ളതാണ് അതിന് ഇമ്പാക്ട്. പക്ഷെ പ്രശ്നം അതുവരെ അവർ അനുഭവിച്ച പ്രശ്നങ്ങൾ കാരണം അവർ ജീവിതത്തിൽ അവർക്ക് സ്കോറിങ് കുറയും. ട്രീറ്റ്മെന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ആ പറയുന്ന സമയത്ത് ട്രെയിനിങ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഭാവിയിൽ ഇതിനേക്കാളും നന്നായിട്ട് വിജയിക്കാൻ പറ്റും. നേരത്തെ കുറെ സിനിമാ നടന്മാരുടെയും കഴിവ് തെളിയിച്ച ആൾക്കാരെ ഫോട്ടോസ് കണ്ടില്ലേ, അവർക്ക് ആ സമയത്ത് ട്രെയിനിങ് കിട്ടിയതുകൊണ്ടാണ്. അപ്പൊ ഇത് കണ്ടോ, ഈ പറയുന്ന ഈ ചങ്ങാതി ഭയങ്കര വെറുതെയാണെങ്കിലും ഈ പറയുന്ന മണ്ണിൽ കളിക്കുകയും ഈ പറയുന്ന കണ്ടക്ട് ഡിസോർഡർ ഒക്കെ കാണിക്കുമായിരുന്നു. അവിടുത്തെ മോഷണം, ബഹളം, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ചാട്ടം, വെള്ളത്തിൽ ചാട്ടം, പാമ്പിനെ പോലെ കരുതി ഡാൻസ് കളിക്കുക, അമ്മയുടെ ശിക്ഷ ഒക്കെ കൊടുത്തു നോക്കി. ചങ്ങാതി ഒരു രക്ഷയില്ല. നെക്സ്റ്റ്. അപ്പൊ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഇവനെ പശുവിനെ വളർത്താൻ ഏൽപ്പിച്ചു. അതിന് ഗോപാലനായി. ഈ പശുവിനെ വളർത്തിയുള്ള ആ ശീലവും ഈ വളരെ ലളിതമായിട്ടുള്ള പയ്യെ നടക്കുകയും എന്താ പറയുക, സാത്വിക ഭാവത്തോടുള്ള നടത്തവും ഓട്ടവും ചാട്ടവും ഹിംസാത്മകത ഒന്നുമില്ലാത്ത, ദുഷ്ടത ഒന്നുമില്ലാത്ത ഈ പാവം മിണ്ടാപ്രാണിയുടെ അടുത്തുള്ള അവന്റെ സഹവാസം കാരണം പുള്ളിക്കാരൻ കുറച്ച് ഒന്ന് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ മ്യൂസിക് തെറാപ്പി, ഫ്ലൂട്ടിന്റെ പ്രത്യേകത, ഓരോ ഈ പറഞ്ഞ ചെണ്ട കൊടുക്കാൻ വിട്ടിരുന്നെങ്കിൽ അവൻ കൂടുതൽ വികൃതിയായി പോയേനെ. ചെണ്ട കൊടുക്കാതെ അവനെ ഫ്ലൂട്ട് പഠിപ്പിച്ചതുകൊണ്ട് പുള്ളിക്കാരൻ വളരെ വിജയിച്ചു വന്നു എന്നുള്ളതാണ് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പം ഈ പറയുന്ന മ്യൂസിക് തെറാപ്പി, ഈ പറയുന്ന പെറ്റ് അനിമല് ഒക്കെ നമുക്ക് ഗുണം ചെയ്യും. നെക്സ്റ്റ്. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഒരാൾ മാത്രമേ ഇങ്ങനത്തെ പ്രശ്നക്കാരുള്ളൂ. നമ്മുടെ ചുറ്റും ഒരുപാട് പേര് ഇങ്ങനെ വൃത്തിക്കാരുണ്ട്. ഈ ചങ്ങാതി അറിയാമോ, നമ്മുടെ സ്വാമി വിവേകാനന്ദനാണ്. വിവേകാനന്ദന്റെ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് എന്താണ്, കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഇവർക്കൊരു കുഞ്ഞിനെ കിട്ടിയത്. അപ്പൊ ആ കുഞ്ഞിനെ കിട്ടിയപ്പോ അതിന്റെ വികൃതി കാരണം അമ്മ പറഞ്ഞു, ഭഗവാൻ ശിവനെ, ഞാൻ നിന്റെ അടുത്ത് നിന്നെ പോലെ ഒരു ശിവനെ എനിക്ക് മകനായിട്ട് വരണമെന്നല്ലേ ആഗ്രഹിച്ചത്, അങ്ങയുടെ ഭൂതഗണങ്ങളിൽ ഒരുത്തനെയാണല്ലോ എനിക്ക് തന്നത്, അത്ര വികൃതിയാണ് കാണിക്കുന്നതെന്ന്. അവൻ അവിടെ വീട്ടിനകത്ത് സാധനങ്ങളെടുത്ത് യാചകർക്ക് കൊടുക്കുന്നു, മരത്തിനെ പോലെ തൂങ്ങിയാടുന്നു, ഇത്രയും വികൃതിയായിരുന്നു. പക്ഷെ പിന്നീട് അവന് കിട്ടിയിട്ടുള്ള ആ മാതാവിന്റെ ട്രെയിനിങ് അവനെ വളരെ മികച്ച ആളാക്കി മാറ്റി എന്നുള്ളതാണ്. നെക്സ്റ്റ്. ഇത് സെറിബ്രൽ പാൾസിയുടെ ബ്രോഷറാണ്. അടുത്തേക്ക് പോവാം. സെറിബ്രൽ പാൾസി എത്ര തരം ഉണ്ടെന്നുള്ളതാണ്. ഇത് നമ്മുടെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു, അതില് സെറിബ്രൽ പാൾസി ഉള്ള ഒരാളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സിനിമ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് OTT കാണാൻ പറ്റുമെങ്കിൽ കാണുക. നെക്സ്റ്റ്. ഇത് IDD, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഡിസോർഡർ. നമ്മുടെ ഈ പറയില്ലേ മെന്റൽ റിട്ടാർഡേഷൻ ഒക്കെ പറ്റി പറഞ്ഞില്ലേ, അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പേര് ഇങ്ങനെയാണ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്നാണ്. അതിന്റെ ബ്രോഷർ നിങ്ങൾക്ക് വേണ്ടി തരുന്നു. നെക്സ്റ്റ്. കുറച്ചുപേര് സംശയം ചോദിക്കാൻ തോന്നുന്നു, ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. അതെ, കഴിഞ്ഞു. ഈ 3 സ്ലൈഡ് പെട്ടെന്ന് ഓടിച്ചോളൂ, പെട്ടെന്ന് ഓടിച്ചോളൂ. റിസ്ക് ഫാക്ടേഴ്സ് ആണ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഡിസോർഡറിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഇത് ദിവ്യാംഗ ദീപ്തി, അതായത് ഈ സക്ഷമയില് അടുത്ത കുഴപ്പമില്ല, റിസ്ക് ഫാക്ടേഴ്സ് വിട്ടേരെ, കുഴപ്പമില്ല. ഇതിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് നമ്മുടെ ഫണ്ടിങ്സ് ആണ്. അതായത് ഇങ്ങനത്തെ അസുഖമുള്ള കുട്ടികളെ നിങ്ങളെ മുമ്പിൽ കണ്ടാൽ, ആ പാരന്റ്സിനെ കണ്ടാൽ അവർക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ധനസഹായങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും, ആർക്കെങ്കിലും കൗൺസിൽ ചെയ്യാൻ വേണ്ടി പ്രയോജനം ചെയ്യും. നെക്സ്റ്റ്. ഇത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഈ ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സ് കുറയ്ക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന പണ്ടത്തെ ഒരു ഗർഭ സംസ്കാരം എന്ന് പറയുന്ന ഒരു തെറാപ്പി ആയിരുന്നു. പണ്ട് എല്ലാ വീടുകളിലും ഇത് ചെയ്തിരുന്നു. നമ്മുടെ ഭാരതത്തിന്റെ പൈതൃകത്തിന്റെ ഭാഗമായിട്ട് ചെയ്തിരുന്നതാണ്. പിന്നീട് എപ്പോഴോ നഷ്ടപ്പെട്ടു. ഒരു ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന സമയത്ത്, അതായത് വിവാഹം കഴിച്ചിട്ട് നമുക്ക് ശിശുവിനെ ആഗ്രഹിക്കുന്ന നാൾ മുതൽ, ഈ പറഞ്ഞ ശാന്തി മുഹൂർത്തം എന്ന് പറയുന്ന കുറിക്കുന്ന മുതൽ പ്രസവത്തിന് ശേഷവും വരെ ആ അമ്മയും കുഞ്ഞിലും ആ കുടുംബത്തും ഉണ്ടാവേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു മാറ്റർ കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് റെഫർ ചെയ്യാം. ഭാവിയിൽ കൂടുതൽ കാര്യങ്ങൾ അതിനെപ്പറ്റി അറിയാൻ സാധിക്കും. ഗർഭ സംസ്കാരം എന്നാണ് അതിന് പറഞ്ഞിരുന്നത്. നെക്സ്റ്റ്. അത് ഞാൻ വെറുതെ ഇങ്ങനെ ലിറ്ററേച്ചർ നോക്കി പറഞ്ഞതല്ല, അത് ആൾറെഡി പബ്ലിഷ് ചെയ്ത ഡേറ്റയാണ്. ഇത് എന്താണ്, ഏഷ്യൻ വിസ്ഡം ഓഫ് ആയുർവേദ എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിൾ. ഇത് 2023 പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിളാണ്. നിങ്ങൾക്ക് നോക്കാം. അടുത്ത ലാസ്റ്റ് 2 സ്ലൈഡും കൂടെ ഉള്ളൂ. ഇതേ തന്നെ ഒരു ആർട്ടിക്കിളും കൂടെ ഇറങ്ങിയിരുന്നു.
റിവ്യൂ ഓൺ ഗൃഹ സംസ്കാർ ആൻഡ് റോൾ ഓൺ മെന്റൽ ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ തെളിയിച്ചിട്ടുള്ള ഒരു എന്താണ് സ്റ്റഡിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇത് കോട്ട് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ്, അത് ഏതൊക്കെ മേഖലയിലാണ് ചെയ്യാൻ സാധിക്കുന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഗർഭ സംസ്കാർ എന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ എല്ലാവർക്കും സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ, എല്ലാവർക്കും സുഖം ഉണ്ടാവട്ടെ, ആർക്കും അസുഖങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. രോഗം ഉണ്ടാവാതിരിക്കുക എന്നുള്ളതല്ല, നമുക്ക് രോഗം ഉണ്ടായാലും തിരിച്ച് നോർമലിലേക്ക് വരാനുള്ള ഒരു പ്രേരണ നമ്മളിൽ ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. നിങ്ങളുടെ സംശയങ്ങൾ വ്യക്തിപരമായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കാം, നമ്മുടെ മോഡറേറ്റർക്ക് ചോദിക്കാം. അറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അറിയാൻ മേലാത്തതാണെങ്കിൽ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ചോദിച്ചോളൂ. കുട്ടികൾക്കും പ്രധാനമായിട്ടും വരുന്ന ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസീസിനെ പറ്റിയിട്ടാണ് സാറ് സംസാരിച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് 15 മിനിറ്റ് സമയം കൂടി ഉണ്ട്. ഇങ്ങനെ വൈഡായിട്ട് ടോപ്പിക് ആയിരുന്നു. നിങ്ങൾക്ക് കിട്ടേണ്ട കണ്ടന്റ് മുഴുവൻ എനിക്ക് വെർബലി തരാൻ പറ്റിയില്ല. കിട്ടുന്ന ഒരു മാറ്റർ വെച്ചിട്ട് നിങ്ങൾ തയ്യാറായിക്കോളൂ. സാർ, എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസീസ് എല്ലാം എനിക്ക് തോന്നുന്നത് ഒരു എയർലി ഡിറ്റക്ഷൻ പോസിബിൾ ആവുകയാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? തീർച്ചയായും. അതാണ് സത്യം പറഞ്ഞാൽ ഗവൺമെന്റിന് മുമ്പിലുള്ള ഇപ്പോഴത്തെ ഏക മാർഗം. അവരതിന് മാക്സിമം ചെയ്യുന്നുണ്ട്. 2011 സർവേ മുതൽ അവരത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, ആശാ വർക്കേഴ്സ് വരെ നമ്മൾ അവെയർ ആണ്. കാരണം അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെയാണ് ഇറക്കിയിരിക്കുന്നത് കണ്ടുപിടിക്കുക. പക്ഷെ എത്രത്തോളം അത് സമൂഹത്തിൽ വിജയിച്ചിട്ടുള്ളത് നമ്മൾ ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ നമ്പേഴ്സ് ഓഫ് അസുഖമുള്ള ആൾക്കാരെ എണ്ണം നോക്കുമ്പോൾ അതിന് ഗുണമുണ്ട് എന്നുള്ളതാണ്. ആൾക്കാരെ ഡയഗ്നോസ് ചെയ്യുന്ന എണ്ണം കൂടിയിട്ടുണ്ട്. അതെ. ഇപ്പൊ നമ്മുടെ പാർട്ടിസിപ്പൻസിലാണെങ്കിലും ഇപ്പൊ ഹെൽത്ത് പ്രാക്ടീഷണേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും എന്ന് വിചാരിക്കും. തീർച്ചയായും. ഹോമിയോ മെഡിസിൻ ഈ പറയുന്ന ആയുഷ് മന്ത്രാലയത്തിന് ഈ പറയുന്ന ഹോമിയോ, സിദ്ധ, യോഗയെ പറ്റി ഞാൻ പറഞ്ഞില്ല. കാര്യം എന്ന് വെച്ചാൽ അതിന് എന്താണ്, ഈ കുട്ടികളെ നമുക്ക് യോഗ പഠിപ്പിക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ യോഗയുടെ കുറച്ച് കാര്യങ്ങൾ അവരുടെ കളികളിലൂടെ കൊടുക്കാൻ സാധിക്കുന്നുമുണ്ട്. യോഗയുടെ കുറച്ച് കളികൾ വന്നിട്ടുണ്ട്. ആ കളികൾ നമുക്ക് അവരെ പഠിപ്പിച്ചിട്ട് ആ യോഗയുടെ ഗുണം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്ന രീതിയിൽ അത് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഹോമിയോയുടെ തീർച്ചയായിട്ടും നമുക്കത് നോക്കണം. ഇപ്പൊ ആയുഷ് എല്ലാവരും ആ റിസർച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ ആർട്ടിക്കിൾ വന്ന കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഹോമിയോയിൽ നമുക്ക് ആർട്ടിക്കിൾ നോക്കാം. ഞാൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ഷെയർ ചെയ്യാം. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സെഷനാണ്. അപ്പൊ നിങ്ങൾക്ക് സേവ ഇന്ത്യ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇൻഫർമേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് തരാൻ സാധിക്കും. ഇതൊരു സേവ വൈഡിൽ തന്നെ കാണും. സേവ എന്ന പേര് സർവീസ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇതിലാരും സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു തരണോ എന്ന് പറയാം, അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ ഈ വിഷയങ്ങളെ പറ്റിയിട്ട് താല്പര്യമുള്ളത്, അറിയാൻ താല്പര്യമുള്ളത്, നമുക്ക് മാക്സിമം ഈ ഒരു NGO വെച്ചിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു തരാം കേട്ടോ. അതുപോലെ തന്നെ സേവാ ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ഈ നടക്കുന്ന ലെക്ചർ സീരീസ് എല്ലാം കൗൺസിലിംഗ് അല്ലെങ്കിൽ മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലാണ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നത്. വരുന്നൊരു 3 ദിവസം കൂടെ നമുക്ക് ഈ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അവർക്ക് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ സെഷനിൽ കുറച്ച് വലിയൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ കുറച്ച് നീണ്ടു പോയിട്ടുണ്ട്. സർ നമസ്തേ. നമസ്കാരം. ഹലോ, പറഞ്ഞോളൂ. സർ, ഇതിൽ ഏതെങ്കിലും ഒരു ന്യൂറോ ഡിസീസിന് നമ്മുടെ ലൈഫ് സ്പാനുമായിട്ട് സംബന്ധമുണ്ടോ? ഇത് അവരുടെ ഒരു എന്താ പറയാ ആയുസുമായിട്ട് ബന്ധമുണ്ടോ? ഇതിൽ കുറച്ച് ജനറ്റിക് ഡിസോർഡേഴ്സ് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ. അപ്പൊ അതിൽ ഡൗൺ സിൻഡ്രോം എന്നൊക്കെ പറയുന്ന ചില അസുഖങ്ങൾ, നമുക്ക് ട്രൈസോമി 21 എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ നമുക്ക് ആയുസിനെ ബാധിക്കുന്നതാണ്. കാരണം അസുഖം മാത്രമല്ല, അത് കാരണം ഉണ്ടാകുന്ന ഒരു ഹൈജീനിന്റെ കുറവ് കൊണ്ടും ഇൻഫെക്ഷൻസ് ഒരുപാട് ആ കുട്ടിക്കുണ്ടാവും. ഇമ്മ്യൂണിറ്റി കുറവായിരിക്കാം. അപ്പൊ അണുബാധയൊക്കെ വന്നിട്ട് ചെസ്റ്റ് ന്യൂമോണിയ ഇങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട് പലർക്കും ഈ പറയുന്ന ആയുസ്സിൽ പ്രയാസം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ നമ്മുടെ സിവിയറിറ്റി അനുസരിച്ചിട്ടാണ്. അത്രയും മെന്റൽ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, പ്രൊഫൗണ്ട് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് ഈ രീതിയിൽ ഒരു
റിക്കവറി നമുക്ക് ട്രെയിനിങ് കൊടുത്താൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് വളരെ അപൂർവമാണ്. എന്നിരുന്നാലും മാക്സിമം അവർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. എത്രത്തോളം നമുക്ക് ഏതുവരെ കൊണ്ടുപോകാൻ സാധിക്കുമോ അതുവരെ നമുക്ക് കൊണ്ടുപോകാൻ എന്നുള്ളത് നമ്മുടെ യുക്തി. ബാക്കി ആ കുട്ടിയുടെ പ്രതിരോധ കഴിവ് പോലെയും സാഹചര്യങ്ങളുടെ അതിജീവിക്കുന്ന പോലെ ഇരിക്കും. ശരി. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യ സംവിധാനത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാ ഹോസ്പിറ്റലുകളിലും തന്നെ ഇത്തരത്തിലുള്ള ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഈ കേൾവി ശക്തി സംബന്ധമായ കാര്യങ്ങൾ, കാഴ്ച, അതൊക്കെ തന്നെ കുട്ടി ഉണ്ടാവുമ്പോൾ തന്നെ അതിന് ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ അവൈലബിൾ ആണെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല ജനിക്കുമ്പോൾ അതെല്ലാം ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അവര്. പക്ഷെ നമുക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ആണ്. അവര് പറഞ്ഞിരിക്കുന്ന ഫോളോ അപ്പുകളിലെല്ലാം അവിടെ പോയി ഈ അസസ്മെന്റ് ചെയ്യണം. അസസ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ അച്ഛനമ്മമാർ അതിനെ ലഘൂകരിച്ചേ കാണുള്ളൂ. ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കഴിവ് കുറവ് കണ്ടാലും അതവൻ കയറി വന്നോളും, അവൻ ശരിയായിക്കോളും എന്ന് കാണും. പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട. അതായത് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ തന്നെ അവനെ എത്രയും പെട്ടെന്ന് കരകയറി വരാനുള്ള ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. രോഗിയാക്കി മുദ്ര കുത്തേണ്ട ആവശ്യമില്ല. ഇതൊരു രോഗാവസ്ഥയല്ല. ഞാൻ ഡിസോർഡേഴ്സ് എന്ന സാധനം ബ്രാക്കറ്റ് ഇട്ടാണ് ഹെഡിങ്ങില്. ഓർഡേഴ്സ് ആണ്, ഡെവലപ്മെന്റൽ ഓർഡേഴ്സ് ആണ്. ഡിസ് എന്ന വാക്കിടാൻ കാരണം നമ്മുടെ ഇന്നത്തെ കാലത്ത് എന്തിനേയും ഏതിനെയും നമ്മൾ രോഗമാക്കുക എന്നുള്ള ഒരു ശീലമാണ്. അങ്ങനെ രോഗമായി കാണണ്ട. നമുക്ക് സഹായം കൊടുത്താൽ അവരെ പിടിച്ച് കയറ്റാം. അതെ, തീർച്ചയായും തീർച്ചയായും. ഓക്കെ, നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നാളെ തുടർന്ന് കാണാം. ശുഭരാത്രി. ശുഭരാത്രി. ഞാനത് ഷെയർ ചെയ്ത് തരാം കേട്ടോ.